എൻ്റെ ഫസ്റ്റ് പടത്തിൽ തന്നെ എനിക്ക് ഒരു ഹീറോയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. എനിക്ക് പണ്ട് പറ്റാത്ത പല കാര്യങ്ങളുമാണ് ഞാൻ ട്രിവാൻഡ്രം ലോഡ്ജിന് ശേഷം ചെയ്യുന്നത്. എവിടെയാണിപ്പം ആ സ്പേസ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇനിയും ഹൈറ്റ്സിലേക്ക് പോകണമെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു വലിയ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് എൻ്റെ ബാക്ക് ഓഫ് ദ മൈൻഡ് എപ്പോഴും എൻ്റെ ഒരു കാര്യമേ ഉള്ളൂ, സിനിമകൾ ഉണ്ടാവുക. അപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തത്, ഞാനോടത്ത് വളരെ മനോഹരമായിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അരുൺ വൈഗ സംവിധായകൻ എന്നോടൊന്ന് പറഞ്ഞു, ചേട്ടാ അത് അറക്കലബു സ്റ്റൈലായി പോയി, അപ്പോൾ നമുക്ക് ഇത് ഗുണ്ടജനാണ്. ദൈവത്തിനെ ഞാൻ കുറ്റപ്പെടുത്തുമായിരുന്നു, ദൈവത്തിന് തന്നെ ഗിൽറ്റടിച്ചു. ഇവനെ ഞാൻ എന്തിനാണ് കൊണ്ടുവന്നത് സിനിമയിൽ, ഇവനിപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എന്നാൽ പിന്നെ ഇവനെ അങ്ങ് പഠിപ്പിച്ചേക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദൈവത്തിന് അങ്ങനെ നമ്മളൊരു എക്സ്ട്രോവേർട്ടായിട്ടുള്ളൊരു ക്യാരക്ടറൊക്കെ അത് നമ്മളല്ല. അപ്പോൾ അത് പോർട്രേ ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശശിധരൻ നായർ എനിക്ക് ഓഫർ ചെയ്തില്ല, നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ അതൊന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഭരതനാട്യത്തിൽ സുഭാഷിൻ്റെ ക്യാരക്ടർ ചൂസ് ചെയ്യും, അഭിരാം ചെയ്ത ക്യാരക്ടർ. ഇടയ്ക്ക് വല്ലപ്പോഴും ഈ ക്ലാപ്പ് ബോർഡ് കാണുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് സൈജു ഗ്രൂപ്പ് പ്രൊഡക്ഷൻസ് എന്ന് എഴുതിയിട്ടുണ്ട്, അല്ല സൈജു ഗ്രൂപ്പ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴാണ് ഞാൻ ഞാൻ ഇതിൻ്റെ പ്രൊഡ്യൂസറാണല്ലേ, ഇനി ഈ പടം വർക്കായില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തും. തൽക്കാലം എനിക്ക് ഓപ്ഷൻസ് ഉണ്ട്. നാളെ എനിക്ക് ഓപ്ഷൻസ് ഇല്ലാണ്ടാകുവാണെങ്കിൽ വീണ്ടും ഞാൻ പഴയ പോലെ എനിക്ക് വരുന്ന സിനിമകളൊക്കെ ഞാൻ ചെയ്യും. സൈജു കുറുപ്പാണ് ഇന്ന് കൂടെ ഉള്ളത്. സൈജു ചേട്ടാ, വെൽക്കം. താങ്ക് യു. ഇതിപ്പം നമ്മൾ 3ാമത്തെ തവണയാണ് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത്. ആദ്യത്തെ 2 വട്ടം ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്ക് കിട്ടിയത്. 1-on-1 ഇരിക്കാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ്. അതായത് ഈ കാത്തിരിപ്പിനൊരു സമയമുണ്ട് എന്ന് പറയുന്ന പോലെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ സൈജു ചേട്ടനെ ഒന്ന് എടുക്കണം എന്നുള്ളത്. അതെ അതെ. ഈ കാത്തിരിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പം സൈജു ചേട്ടൻ ആദ്യം തന്നെ ഒരു നായകനായിട്ട് സിനിമയിൽ കയറിയിട്ട് അവിടെ നിന്നുള്ളൊരു കാത്തിരിപ്പ് ഉണ്ടാവുമല്ലോ, അതായത് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, ഇപ്പോൾ ഒരു തുടക്കം കിട്ടി അവിടുന്ന് പിന്നെ ആഗ്രഹിച്ച കഥാപാത്രത്തിലേക്ക് എത്താനൊരു കാത്തിരിപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ സൈജു ചേട്ടൻ തന്നെ ഒരു റിയലൈസേഷൻ വരുമല്ലോ നമുക്ക്, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇന്ന പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇതിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തോന്നുന്ന ഒരു സിനിമയോ കഥാപാത്രമോ ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? ഞാൻ ജ്യോതിഷ ആക്ച്വലി ആഗ്രഹിച്ചിട്ടേ ഇല്ല സിനിമയിൽ വരാൻ, അതാണ് പോയിന്റ്. സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് സിനിമകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യണം. ഞാൻ എമച്വറായിട്ടൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പല ആക്ടേഴ്സും ചെയ്ത പല കഥാപാത്രങ്ങളും ചെയ്യണമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് പക്ഷേ അന്നത്തെ എൻ്റെ പ്രായമൊക്കെ വെച്ചിട്ട് അങ്ങനെ ചിന്തിച്ചു പോയി. അതിനിപ്പം റീക്രിയേറ്റ് ചെയ്താൽ ചിലപ്പം ഇനി പടം ഹിറ്റായാലോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരുന്നു അന്ന്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലെന്നുള്ളത് മനസ്സിലായി. ഈ ചോദ്യത്തിന് ഉത്തരം, എൻ്റെ ഫസ്റ്റ് പടത്തിൽ തന്നെ എനിക്ക് ഒരു ഹീറോയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. റൊമാൻസിന് റൊമാൻസ്, ആ കഥാപാത്രം ഒരു ആൻറ്റി ഹീറോ ആണെന്ന് ചോദിച്ചാൽ ആൻറ്റി ഹീറോ ആണ്, ഹീറോ ആണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഹാഫിൽ ഹീറോ ആണ്. നല്ല മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ എനിക്ക് ലിപ്സിങ്ക് ചെയ്ത് പാടാൻ പറ്റി, അതും ഇവിടുത്തെ ഗ്രേറ്റ് സിംഗേഴ്സ് പാടിയത്. ഹരിരൺ സാറിനെ പോലത്തെ ഒരു ലെജൻഡ് ഡയറക്റ്റ് ചെയ്യുന്നു, എഴുതി ഡയറക്റ്റ് ചെയ്യുന്നു. KRG സാറിനെ പോലത്തെ ഒരു വലിയ ബാനർ KRG ഫിലിംസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ സൗഭാഗ്യമായിരുന്നു എനിക്ക് എൻ്റെ മുമ്പിലേക്ക് വന്നത്. അത് ഒരു പ്ലാറ്ററിൽ ഇങ്ങനെ എനിക്ക് കൊണ്ട് തരുമായിരുന്നു ദൈവം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് സിനിമയുടെ പുറകെ നടന്നില്ല, ഒരുപാടല്ല, ഞാൻ ഒട്ടും സിനിമയുടെ പുറകെ നടന്നിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ MG ശ്രീകുമാർ സാർ വഴി ഇങ്ങനെ ഞാൻ എത്തിപ്പെട്ടു. അങ്ങനെയാണ് എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പടത്തിൽ തന്നെ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരാൾ ഹീറോ ആയിട്ട് വരുമ്പോൾ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു മയൂഖം. അതിനുശേഷം പിന്നെ ഇപ്പം മോഹിനിയാട്ടത്തിൽ എത്തി നിൽക്കുമ്പം യെസ്, ഐ ആം ദ ഹീറോ ഓഫ് ദ ഫിലിം. അതിൻ്റെ അകത്ത് എനിക്ക് പണ്ട് പറ്റാത്ത പല കാര്യങ്ങളുമാണ് ഞാൻ ട്രിവാൻഡ്രം ലോഡ്ജിന് ശേഷം ചെയ്യുന്നത്. അതായത് ഇളകി നമ്മൾ അഭിനയിക്കാന്ന് പറയില്ല, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റി. ഇപ്പം അറക്കലബു പോലത്തെ ഉള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിലെ ക്യാരക്ടറും ഒരു പരിധിവരെ അങ്ങനെ ഇളകി ചെയ്യുന്നതാണ്. ഹ്യൂമർ ക്യാരക്ടർ എനിക്ക് കിട്ടാൻ തുടങ്ങി ട്രിവാൻഡ്രം ലോഡ്ജിന് ശേഷം. അപ്പം ഹ്യൂമർ സിറ്റുവേഷൻസിൽ ഒരു ആക്ടറിന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. ഉപചാരപൂർവ്വം ഗുണ്ടജൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇയാൾ ഒട്ടും ഫ്ലെക്സിബിൾ അല്ല, ഇളകിയല്ല ഇയാൾ അഭിനയിക്കുന്നത്. വെച്ചാൽ അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണ്, അയാൾ ഭയങ്കര സ്റ്റിഫാണ്, അയാൾ ചിരിയൊക്കെ വളരെ അപൂർവമാണ്, പക്ഷേ ഹ്യൂമറസ് ക്യാരക്ടറാണ്, സിറ്റുവേഷൻസ് ഹ്യൂമറാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടി. എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വളരെ ലവബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഇപ്പോൾ അഭിലാഷം എന്ന് പറഞ്ഞ സിനിമയിൽ, അല്ലെങ്കിൽ ഗാഡി എന്ന് പറഞ്ഞ സിനിമയിൽ, ജാനകി ജാനി എന്ന് പറഞ്ഞ സിനിമയിൽ കിട്ടി.
പിന്നെ ഒരു മാസ് അച്ചായൻ്റെ ഒരു ക്യാരക്ടർ എപ്പോഴും ഒരു മലയാളി ആക്ടേഴ്സ് പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നതാണ്, ഒരു അച്ചായൻ ക്യാരക്ടർ. അത് പാപ്പച്ചനുള്ളിലാണെങ്കിൽ എനിക്ക് കിട്ടി. ഇടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ അയാളുടെ മൊത്തത്തിൽ ആ ക്യാരക്ടറൈസേഷൻ ഒരു മാസ് അപ്പീൽ തരുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. സോ എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും എനിക്ക് ദൈവാനുഗ്രഹിച്ച് കേരള ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി എവിടെയാണ് എനിക്ക് എത്തേണ്ടതെന്നുള്ള ചോദ്യത്തിന് ആക്ച്വലി പ്രസക്തിയില്ല. കാരണം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാണ്ട് സിനിമയിൽ വന്നു. ഞാൻ എവിടെയാണിപ്പം ആ സ്പേസ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇനിയും ഹൈറ്റ്സിലേക്ക് പോകണമെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു വലിയ ആഗ്രഹമൊന്നുമില്ല എനിക്ക്. എൻ്റെ ബാക്ക് ഓഫ് ദ മൈൻഡ് എപ്പോഴും എൻ്റെ ഒരു കാര്യമേ ഉള്ളൂ, സിനിമകൾ ഉണ്ടാവുക എനിക്ക്. എന്നാലേ എനിക്കും എൻ്റെ ഫാമിലിക്കും സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫാമിലി കംസ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഇൻകം ഉണ്ടാവണം. സിനിമകളുണ്ടായാലേ ഇൻകം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല. സോ ഒരു പടം കുറച്ചൊക്കെ ഓടി അല്ലെങ്കിൽ ഹിറ്റൊക്കെ ആയാലേ നമുക്ക് അടുത്തൊരു പടം കിട്ടുള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ ആട് 3 എന്ന് പറഞ്ഞ സിനിമ ഒരു വലിയ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കുതിക്കുകയാണ്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഈ നമുക്ക് ഹിറ്റ് സിനിമകളുടെ ഭാഗമാകുമ്പോഴേ നമുക്ക് അടുത്ത നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമായിരിക്കും. പക്ഷെ നല്ല ഓപ്പർച്യൂണിറ്റീസ്, വേരിയഡ് കഥാപാത്രങ്ങൾക്ക് വേണ്ടി ആൾക്കാർ നമ്മളെ ആലോചിക്കുന്ന സമയം അതായിരിക്കും. അപ്പം ദൈവാനുഗ്രഹിച്ച് അത് ഈ വർഷം സംഭവിച്ചു. നമ്മളെല്ലാവരും ഈ ഒരു സക്സസ് നമ്മൾ വിചാരിച്ചിരുന്നതാണ് നമ്മൾ ഇത് വരുമെന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് ഡേ ഞാൻ ഷോ കണ്ട സമയത്ത് എല്ലാം നമ്മുടെ പരിചയക്കാർ തന്നെയായിരുന്നു. ആക്ച്വലി പറഞ്ഞാൽ പലപ്പോഴും ഞാൻ വിചാരിക്കുന്നുണ്ട് ആ ഷോയ്ക്ക് ആക്ച്വലി പോകാൻ പാടില്ല. എന്ന് വെച്ചാൽ ഭയങ്കര ബയസ്ഡ് ആയിട്ടുള്ള അഭിപ്രായമായിരിക്കും. പിന്നെ കുറേ പേര് നമ്മുടെ പരിചയത്തിന് സിനിമ ഇൻഡസ്ട്രിയിലെ ആൾക്കാർ തന്നെ വരുമ്പോൾ അവർ കത്രികയായിട്ടായിരിക്കും വരുന്നത് സർജറി ചെയ്യാൻ വേണ്ടി ആ സിനിമ. അപ്പോൾ ഇത്രയും ഹൈപ്പുള്ളൊരു സിനിമ നിങ്ങൾ വന്നിട്ട് സർജറി ചെയ്യാൻ ആദ്യം നോക്കുകയുള്ളൂ. അതായത് അതിൻ്റെ അകത്ത് പോരായ്മകൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പോരായ്മ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പോരായ്മ ഇല്ലെങ്കിൽ തന്നെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം. ഇപ്പം എന്താണ് എക്സാക്ട്ലി ജ്യോതിഷ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചു. ആ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല, അതിൻ്റെ അകത്ത് പോരായ്മ ഞാൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എനിക്കും എക്സാക്ട്ലി പോരായ്മ മനസ്സിലാവുന്നില്ല, പക്ഷേ പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ട് വന്ന് പറയും, കണക്ഷൻ കിട്ടുന്നില്ലല്ലോ. ഈ കണക്ഷൻ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതൊരു വേഗമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലേ, കണക്ഷൻ കിട്ടുന്നില്ല എന്ന് പറയണത്. അങ്ങനെ 1-2 പേര് തിയേറ്റർ വെച്ച് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ഒന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മളിവിടെ സന്തോഷിച്ചിരിക്കുകയാണ്, ഓക്കെ പടം നന്നായിട്ടാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നു. അവിടെ നിന്നൊരു ഡാർക്ക് അടിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ മീഡിയക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ സിനിമ കണ്ടിട്ടാണ് വേറെ അവിടുത്തെ തന്നെ വേറെ സ്ക്രീനിൽ സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്നോട് സംസാരിക്കുന്നു. പക്ഷെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് ഓൾറെഡി ഡാർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ കുറച്ച് സമയത്തേക്കാണെങ്കിലും അവർ വിജയിച്ചെന്നുള്ളതാണ്. ഈ നമ്മൾ ഡാർക്ക് അടുപ്പിക്കാൻ ശ്രമിച്ച ആൾക്കാർ മനഃപൂർവ്വം ചെയ്തതാണോ അറിയാണ്ടാണോ എന്നറിയില്ല. അപ്പോൾ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം മനസ്സിലാവും ഞാൻ ആരെപ്പറ്റിയാണ് പറയണമെന്ന്. പക്ഷെ അവർ ഇനിയെങ്കിലും ഈ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെ പറയാണ്ടിരിക്കുമായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരാളെ വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? ആദ്യം ദിവസം തന്നെ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് ഞാനത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് 3/4 മണിക്കൂറിൽ ഞാൻ എത്തി. അവിടുന്ന് മൊത്തത്തിൽ ഇതങ്ങ് പൾട്ടിയടിക്കുകയാണ് ഈ റെസ്പോൺസസ്. എനിക്ക് വരുന്ന കോൾസും മെസ്സേജസിനും കണക്കില്ല. റിവ്യൂവേഴ്സ് ഉഗ്രൻ റിപ്പോർട്ട് പറയുന്നു. അപ്പം ഞാനോടത്ത് അപ്പോൾ ആ 2 പേര് അവർക്കെന്താണ് പറ്റിയത് അല്ലേ? ഞാൻ ആട് 3യുടെ കാര്യം ഞാൻ പറയണത്. പക്ഷെ പിന്നെ അങ്ങോട്ട് നമ്മൾ അന്ന് വൈകുന്നേരം തൊട്ട് ഓരോ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പം അവിടെ നമുക്ക് കിട്ടിയ റെസ്പോൺസ്. ഞാനിപ്പം കഴിഞ്ഞ ദിവസം വരെയും നമ്മൾ കോട്ടയം ജില്ലയിൽ അഭിലാഷ് പോലത്തെ ഒരു വലിയ കപ്പാസിറ്റി ഉള്ള തിയേറ്ററിൽ പോയി. രാഗം പോലത്തെ തൃശ്ശൂർ വലിയ കപ്പാസിറ്റി ഉള്ള തിയേറ്ററിൽ പോയി. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സ്ക്രീനായ നമ്മുടെ അപ്സരയിൽ പോയി, കാലിക്കട്ട് കൈരളി ശ്രീയിൽ പോയി, ചങ്ങരംകുളം മാഴ്സി പോയി. അവിടെയൊക്കെ കാണുന്ന ഓഡിയൻസ് എൻജോയ് ചെയ്യുന്നത്. ഞങ്ങൾ സിനിമ തീരുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പ് ഞങ്ങൾ ആ ഡോറിനടുത്ത് പോയി നിൽക്കും. എന്താ റെസ്പോൺസ് അറിയാം. ചെറുതായിട്ടൊന്ന് ഡോർ തുറന്നു വെച്ചാൽ ആ AC യുടെ ഒരു തണുപ്പും കിട്ടും. അതുകൂടാണ്ട് ഓഡിയൻസിൻ്റെ റെസ്പോൺസും അറിയാം. വാവ്, മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. സോ ദിസ് വാസ് ആക്ച്വലി വാട്ട് വി എക്സ്പെക്റ്റഡ്. അപ്പോൾ അത് മറ്റേ ഡാർക്ക് കിട്ടിയ കാരണം
കുറച്ചുകൂടെ സുഖിച്ചു തന്നു, കുറച്ചുകൂടെ ഒന്ന് ഡൗൺ ആയിട്ട് പിന്നെ ഒരു ഹൈ കിട്ടുന്നല്ലേ. മറ്റേത് ആദ്യത്തിൽ തന്നെ ഇതായിരുന്നെങ്കിൽ ചിലപ്പം നമുക്ക് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടില്ല. പക്ഷേ വി ആസ് എ ടീം ആർ ഓൾ എക്സൈറ്റഡ് ആൻഡ് വെരി വെരി ഹാപ്പി ആൻഡ് താങ്ക്സ് ടു ദ ഓഡിയൻസ് ഈ സിനിമ സ്വീകരിച്ചതിന്. ഇനി അതിൻ്റെ ഒരു അടുത്ത ഭാഗമുണ്ട്, അതായത് ആട് 4 അല്ലെങ്കിൽ ആട് 3യുടെ സെക്കൻഡ് പാർട്ട്. അത് ഹിലേരിയസ്, അതെ അത് ഹിലേരിയസ് ആയിരിക്കും. ബിക്കോസ് ഇപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്നത് കണ്ടല്ലോ, അവിടുന്ന് ഒരു ക്യാരക്ടർ വേറൊരു ടൈം ലൈനിലേക്ക് പോയി, ഇവിടുന്ന് വേറൊരു ക്യാരക്ടർ വേറൊരു ടൈം ലൈനിലേക്ക് പോയി. ഇനി മൊത്തം ഒരു കൺഫ്യൂഷൻസിൻ്റെ ഒരു കോമഡി ആയിരിക്കും. സോ വി ആർ ഓൾസോ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ടു ഹാപ്പൻ. ആ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി ഞങ്ങളും കാത്തിരിക്കുന്നു. ഓൾറെഡി സ്ക്രിപ്റ്റൊക്കെ കംപ്ലീറ്റഡ് ആണ്. സോ ലെറ്റ്സ് സീ നമ്മൾ വരുന്ന പെട്ടെന്ന് ഒരു വർഷമെങ്കിലും എടുക്കുമല്ലോ പക്ഷെ നമ്മളിലേക്ക് എത്താനായിട്ട്. തീർച്ചയായും വെച്ചാൽ അത് ഈവൻ ഒരു ബിഗർ ഫിലിം ആയിരിക്കും. അപ്പം അത്രയും സമയം എടുക്കും. ഇത് തന്നെ നമുക്ക് 120-130 ദിവസം എടുത്തു ഷൂട്ട് ചെയ്യാൻ. അത് പിന്നെ മഴ കാരനാണ്, മഴ പിന്നെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ച് ഇതേപോലെ തന്നെ ഇത്ര സമയം എന്തായാലും എടുക്കും. അപ്പം മേ ബി നെക്സ്റ്റ് ഇയർ ഒക്കെ ചിലപ്പം കാണുള്ളായിരിക്കും. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇപ്പോൾ ഈ ആടിൻ്റെ ലാസ്റ്റ് റിപ്പോർട്ട് നമുക്ക് കിട്ടിയത് 68 കോടി കളക്ഷൻ എന്നുള്ളതായിരുന്നു. അത് സാറ്റർഡേ വരെ ഉള്ളത്. സാറ്റർഡേ വരെ ഉള്ളത്. ഇന്നത്തെ ഇപ്പം വന്നിട്ടില്ല പുതിയ കളക്ഷൻ എത്ര എന്നുള്ളത്. ഈ ഇന്റർവ്യൂ നടക്കണ വരെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഇതിൽ എനിക്ക് പേഴ്സണലി കേട്ടോ, എൻ്റെ പേഴ്സണലി നോക്കിക്കഴിഞ്ഞാൽ ഈ അറക്കിൽ അബു ക്യാരക്ടറിൻ്റെ ഈ ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ള ചില മാനറിസംസ് ഉണ്ട്. അത് ഇതിൽ യൂസ് ചെയ്തേക്കുന്ന രീതി തന്നെ. ഇപ്പം ചില ലാഫാണെങ്കിലും മറ്റേ അടക്കി പിടിച്ചുള്ള കുറച്ച് ചിരിയൊക്കെ ഉണ്ടല്ലോ. അത് ഇപ്പോൾ 2015 ഫസ്റ്റ് ആട് വന്നു, പിന്നെ 2017 സെക്കൻഡ് വന്നു. അത് കഴിഞ്ഞ് പിന്നെയും വലിയൊരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ആ ക്യാരക്ടറിലേക്ക് തിരിച്ച് കയറുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഈസി ആയിരുന്നു? ഭയങ്കര ഈസി ആയിരുന്നു. ബിക്കോസ് വി ആർ യൂസ് ടു ഡൂയിങ് ദാറ്റ്. അത് ഈസി ആയിരുന്നു. പിന്നെ ഇപ്പം ജയസൂരി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ 2017 ഷൂട്ട് ചെയ്ത ആട് 2, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 2025 ഷൂട്ട് ചെയ്യുന്ന ആട്. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് എല്ലാ ആക്ടേഴ്സും ഇൻക്ലൂഡിങ് ജയസൂര്യ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ജയസൂര്യ ഒരു വലിയ ഹീറോ ആയത് കാരണം അദ്ദേഹം നമ്പർ ഓഫ് ഫിലിംസ് കുറവായിരിക്കും. ബട്ട് ഞങ്ങൾ സപ്പോർട്ടിംഗ് റോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം നമ്പേഴ്സ് കൂടുതലാണ്. സോ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ബാക്കപ്പ് ഉണ്ട് ഞങ്ങൾ വീണ്ടും ഈ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ. പ്രോബ്ലം വന്നത് കോമക്കുറുപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാനാണ്, പാസ്റ്റ് ടൈം ലൈനിലുള്ള. അത് ഞങ്ങൾക്കൊരു പുതിയ ക്യാരക്ടറായിരുന്നു. സോ ദാറ്റ് വാസ് ഡിഫിക്കൾട്ട്. ബട്ട് അറക്കലബ് വാസ് വെരി ഈസി. ഇപ്പോൾ ഇതുപോലെ ഇപ്പം മോഹിനിയാട്ടത്തിൽ ഞാൻ ഓൾറെഡി ശശിധരൻ നായർ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ഭരതനാട്യത്തിൽ ചെയ്തിട്ടുണ്ട്. അയാളുടെ മാനസികാവസ്ഥ അറിയാം, അയാൾ ഇപ്പം എന്ത് മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് അറിയാം, അയാളുടെ റിലേഷൻസ് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ നമ്മൾ ഈ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കോ ആർട്ടിസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ജെല്ലായിട്ടുണ്ട് ഓൾറെഡി ഒരു പടത്തിൽ. അപ്പോൾ ഈ സെയിം ടീം തന്നെ വരുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മൾ ജെല്ലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ വി ആർ അറ്റ് ഈസ്, നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമ്മളിപ്പോൾ ക്ലീഷയായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫാമിലി പോലെ ആണെന്നൊക്കെ നമ്മൾ പറയാറില്ല, അല്ലെങ്കിൽ നമ്മളൊരു ഷൂട്ടിംഗ് ഒരു പിക്നിക് ആയിരുന്നു എന്നൊക്കെ പണ്ട് തൊട്ട് പല ആക്ടേഴ്സും ഡയറക്ടേഴ്സും അല്ലെങ്കിൽ ടെക്നീഷ്യൻസൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ക്ലീഷയാണെന്ന് അന്ന് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ശരിക്കും അങ്ങനെ സംഭവിക്കും. നമ്മുടെ മാനസികാവസ്ഥ അതായിരിക്കും. നമ്മളിപ്പം ഇപ്പോൾ ഇപ്പം മിഥുൻ്റെ പടം ഫോർ എക്സാമ്പിൾ, മിഥുൻ്റെ മൾട്ടിപ്പിൾ പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. മിഥുൻ ചെയ്ത പടങ്ങളിൽ ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സിനിമകൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 2 പടത്തിൽ മാത്രമേ ഞാൻ അഭിനയിക്കാത്തത് ഉള്ളൂ. ബാക്കി എല്ലാ സിനിമകളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സോ മിഥുൻ്റെ ലൊക്കേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും വി ഫീൽ ദാറ്റ് ഇറ്റ്സ് എ ഫാമിലി. അവിടെ പല പുതിയ ആൾക്കാരും കാണും, പക്ഷേ മിഥുൻ്റെ ടീമാണ്. അപ്പോൾ നമ്മൾ ഹെഡ് ഓഫ് ദ ഫാമിലിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞ പോലെ കൃഷ്ണദാസ് അല്ലെങ്കിൽ തോമസ് ചേട്ടൻ പ്രൊഡ്യൂസർ, ബബ്ലു അജു ക്യാമറാമാൻ, ഇവരൊക്കെ ആയിട്ട് ഓൾറെഡി ഞാൻ ആ പടം ചെയ്തിട്ടുണ്ട്. ബബ്ലു ഏട്ടന് മുമ്പേ പരിചയമുണ്ട്. അന്താക്ഷരി ബബ്ലുവിൻ്റെ ഫസ്റ്റ് പടമായിരുന്നു, അതിൽ ഞാനായിരുന്നു ഹീറോ. സോ കമ്മിങ് ടു മോഹിനിയാട്ടം ഭയങ്കര ഈസി ആയിരുന്നു ശശിധരൻ നായർ വീണ്ടും പോർട്രേ ചെയ്യാൻ. ബട്ട് ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി എവിടെ വന്നെന്ന് വെച്ചാൽ ഇതിനൊരു ജോണർ ഷിഫ്റ്റ് ഉണ്ട്. ലൈക്ക് ആട് 1 ഉം 2 ഒരു ജോണർ ഷിഫ്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മോഹിനിയാട്ടം വരുമ്പോഴത്തേക്കും അതിനൊരു ജോണർ ഷിഫ്റ്റ് ഉണ്ട്. അത് ഒരു ഡാർക്ക് ഹ്യൂമറാണ്, ക്രൈം ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എല്ലാം ഒരു ഹ്യൂമറിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. ആൻഡ് ദ മ്യൂസിക് ഈസ് വെരി ഡിഫറെൻറ്റ്. നമുക്ക് ഈ സിനിമയിൽ ഇങ്ങനത്തെ ഒരു മ്യൂസിക്കോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അല്ലെങ്കിൽ സോങ്സ് ആയാലും ഒക്കെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരും. ഇപ്പോൾ നമ്മൾ 1.5 ദിവസം മുമ്പാണ് നമ്മുടെ ഫസ്റ്റ് പാട്ട് യൂട്യൂബിൽ ഇട്ടത്. ആ പാട്ട് ഒരു റൊമാൻറ്റിക് സോങ് അല്ല. ഇപ്പം എൻ്റെ അഭിലാഷം എന്ന് പറഞ്ഞ സിനിമയിലെ എല്ലാ പാട്ടുകളും മിനിമം 1 മില്യൺ 2 മില്യൺ അല്ലെങ്കിൽ 5 മില്യൺ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പാട്ടുകളും. സോ അതൊരു റൊമാൻറ്റിക് സിനിമയായിരുന്നു. അപ്പം അങ്ങനത്തെ പാട്ടുകൾക്കാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത്. ബട്ട് എവറിത്തിങ് സെഡ് ആൻഡ് ഡൺ, നമ്മുടെ ഈ പാട്ട് ഇങ്ങനത്തെ ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഡാർക്ക് ഹ്യൂമർ മൂവിയിലൊരു പാട്ട് വന്നപ്പം നമുക്ക് ഓൾറെഡി 5.5 ലാക്ക് വ്യൂസ് കഴിഞ്ഞു.
ഇതിപ്പോൾ ഒരു മെലഡി ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ കിട്ടിയാണ്. ബട്ട് ആ പാട്ട് അത്ര ഇലക്ട്രോണിക്കലി വളരെ മനോഹരമായിട്ടാണ് അത് ആ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല 4 പാട്ടുകളുണ്ട്. ഈ 4 പാട്ടുകളും അടിപൊളിയാണ്. അതായത് യങ് ജനറേഷനെ കൂടെ അട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പാട്ടുകളാണ്. ഇപ്പോൾ ഈ മോഹിനിയാട്ടത്തിൻ്റെ പറഞ്ഞു, ഇപ്പോൾ ഫസ്റ്റ് ഒരു കോമഡി, ഒരു ഫാമിലി റിയലിസ്റ്റിക് മൂവി ആയിട്ട് തന്നെയാണ്. ഇതിലേക്ക് വരുമ്പോൾ ജോണർ ഷിഫ്റ്റ് വരുന്നു, പ്ലസ് അതിലെ ലീഡ് ആക്ടർ കം പ്രൊഡ്യൂസറും കൂടാണ്. അപ്പോൾ ഈ 2 റോളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉള്ള ഈ സിനിമയിലേക്ക് ഈ ജോണർ ഷിഫ്റ്റ്, ഇത്തരത്തിലുള്ളൊരു ജോണർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും ആസ് എ പ്രൊഡ്യൂസർ കൂടെ നോക്കുമ്പോൾ? ആക്ച്വലി പറഞ്ഞാൽ ഏതൊരു പടം ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന ചാലഞ്ച് തന്നെയാണ് ഇതിനും ഉള്ളത്. ഇതിന് ഞങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ ബുദ്ധിമുട്ടി എത്തിക്കേണ്ടി വരുമെന്നുള്ളൊരു കാര്യമില്ല. കാരണം ഇപ്പം ജോണർ ഷിഫ്റ്റ് നടത്തിയിട്ടുണ്ട് നമ്മൾ. ജോണർ ഷിഫ്റ്റ് നടത്തിയാൽ അത് അത്ര വലിയൊരു ഭീകര പ്രശ്നമൊന്നുമല്ല ഓഡിയൻസിനെ സംബന്ധിച്ച്. ഓഡിയൻസിന് എന്താ വേണ്ടത്? തിയേറ്റർ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഹ്യൂമർ സിനിമയാണെങ്കിൽ അവർക്ക് തുടക്കം തൊട്ട് അവസാനം വരെ അവർക്ക് ചിരിക്കാൻ വേണം. നമ്മൾ ഓഡിയൻസിൻ്റെ കണ്ണുകൾ ഗ്ലൂഡ് ടു ദ സ്ക്രീൻ ആയിരിക്കണം. ഓക്കെ, നമ്മൾ അതെന്തായാലും നമ്മൾ ആ സ്ട്രക്ചറിൽ തന്നെയാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഭരതനാട്യത്തിൻ്റെ ഡെഫിനറ്റ്ലി ഒരു ഫൗണ്ടേഷൻ നമുക്കുണ്ട്. ഭരതനാട്യം കണ്ട ആൾക്കാർ, അതിൻ്റെ ഫാൻസ് ഉണ്ട്. അത് അവർ ഉറപ്പായിട്ടും റിലീസ് ദിവസം വന്നില്ലെങ്കിലും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ തിയേറ്ററിലേക്ക് വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ക തിയേറ്ററിക്കൽ പരിപാടിയായിട്ട് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പേര് പറഞ്ഞായിരുന്നു ഇങ്ങനെ തിയേറ്ററിക്കൽ പരിപാടി, പടം ഗംഭീരമായിരുന്നു, പക്ഷേ തിയേറ്ററിക്കൽ പരിപാടി അത്ര ഫീൽ ചെയ്തില്ല. പക്ഷേ ഇത് നമ്മൾ ആ ഒരു സ്ട്രക്ചറിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് 5th മിനിറ്റ് ഓൺവേർഡ്സ് നമ്മൾ അതിലേക്ക് ഇന്നാവും. നമ്മുടെ ഒരു മെയിൻ ക്യാരക്ടർ, നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു ആക്ടർ ചെയ്യുന്ന ഒരു മെയിൻ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ എൻട്രിയോടുകൂടി 5th മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ എൻട്രി, ഈ എൻട്രിയോടുകൂടി ഈ പടം അങ്ങ് എന്താണ് ടേക്ക് ഓഫ് ചെയ്യും. ആ ടേക്ക് ഓഫ് പിന്നെ ഒരിക്കലും താഴത്തേക്ക് വരുന്നില്ല. ആ ഗ്രാഫ് പിന്നെ താഴത്തേക്ക് വരില്ല. ഞാൻ സിനിമ 2 പ്രാവശ്യം കണ്ടാണ്, അതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റും. സോ വി ആസ് എ ടീം ആർ വെരി കോൺഫിഡൻറ്റ്. ഞാൻ ആസ് എ പ്രൊഡ്യൂസർ ആക്ടർ ഐ ആം ഓൾസോ വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ദിസ് മൂവി വിൽ റൺ അറ്റ് ദ ബോക്സ് ഓഫീസ്. ഇപ്പോൾ സൈചേട്ടൻ്റെ ഒരു ഫിലിമോഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ 2005 തുടങ്ങി, ഇപ്പോൾ 2026 21ാമത്തെ വർഷം. ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കരിയർ ബ്രേക്ക് വന്നിട്ടേ ഇല്ല. 2005 മുതൽ ഞാനിങ്ങനെ നോക്കി, ഒരു വർഷം പോലും ഇല്ല സിനിമ വരാത്തതായിട്ട്. അതായത് ഇത്രയും വർഷം 21 വർഷമായിട്ട് സിനിമയിൽ ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന, ഇപ്പം ഏതൊരു ആക്ടർ നോക്കിയാലും ഇടയ്ക്ക് ഒരു 1-2 വർഷമെങ്കിലും മിനിമം ഗ്യാപ്പ് വരാറുണ്ട്. സൈചേട്ടൻ എങ്ങനെയാണ് ഈ ഗ്യാപ്പ് ഇല്ലാതെ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്ര ക്യാരക്ടേഴ്സ് ഇത്ര പിക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും? ഈ ഗ്യാപ്പ് ആക്ച്വലി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ 2010 തൊട്ട് 2010 തൊട്ടല്ല, 2011 തൊട്ട് 2000 ഒരു പകുതി വരെ, 2012 പകുതി വരെ മലയാളം സിനിമകളൊന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് ഞാൻ ചെയ്തിരുന്ന ഒരു തമിഴ് പടമാണ് ആദിഭഗവാൻ എന്ന് പറഞ്ഞ ആമിർ സാറിൻ്റെ, ജയം രവി ഹീറോ ആയിട്ട് അഭിനയിച്ച ആ ഒറ്റ പടമാണ് ഞാൻ ആ 1.5 വർഷം ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ 2011 ചിലപ്പോൾ 2010 ഷൂട്ട് ചെയ്യപ്പെട്ട ഏതെങ്കിലും 1-2 സിനിമകൾ ചിലപ്പോൾ വന്ന് കാണുമായിരിക്കും. അപ്പോൾ അത് ആ ഗ്യാപ്പ് അങ്ങനെ ഫില്ലാവുന്നതാണ്. പിന്നെ ഞാൻ ആക്ച്വലി ഭയങ്കര ചൂസ് ചെയ്യുന്നില്ലായിരുന്നു. എന്ന് വെച്ചാൽ ബെഗേഴ്സ് കാൺ ബി ചൂസേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് വന്ന പടങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഓർ ലക്കിലി അത് ഫേവറബിളായിട്ട് വന്നു. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഞാൻ ചെയ്ത അത്യാവശ്യം കുറച്ച് സിനിമകൾ, അല്ലെങ്കിൽ ഞാൻ ചാൻസ് ചോദിച്ച് കയറിയ സിനിമകൾ, ഇപ്പം ആട് 1 ആയാലും അല്ലെങ്കിൽ 1983 ആയാലും, ഇതൊക്കെ ഞാൻ ചാൻസ് ചോദിച്ച് കയറിയ സിനിമകളാണ്. ഈ സിനിമകളൊക്കെ വർക്കൗട്ടായി, പടവും വർക്കൗട്ടായി, പിന്നെ അതുകൊണ്ട് എൻ്റെ ക്യാരക്ടേഴ്സും വർക്കൗട്ടായി. അപ്പോൾ അതൊക്കെ സംഭവിച്ചു പോയതാണ്. ഞാൻ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൽ തന്നെ ഫിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അല്ലാതെ ഞാനൊരു സ്ക്രിപ്റ്റ് കേട്ടിട്ട് അതിൻ്റെ കഥാപാത്രങ്ങൾ കേട്ടിട്ട് ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട് എന്നാൽ പിന്നെ അത് ഞാൻ ചെയ്തോട്ടെ, ഇതല്ല സംഭവിച്ചത്. അങ്ങനെ ഇതുവരെയും പിക്ക് ചെയ്തിട്ടില്ല. ക്യാരക്ടേഴ്സ് ഞാൻ പിക്ക് ചെയ്തായിരുന്നു, പക്ഷേ ആ സിനിമയിൽ പിന്നെ മൊത്തത്തിൽ റിലേറ്റീവ്ലി പുതിയ ആൾക്കാരെ വെച്ച് ചെയ്തത്. ഞാനിപ്പം എന്നാത്താം കേസ് കൂട് എന്ന് പറഞ്ഞ സിനിമയിൽ അതായത് ആദ്യം സ്ക്രിപ്റ്റ് വായിക്കുന്ന 2-3 പേരിൽ ഒരാൾ ഞാനായിരുന്നു. എനിക്ക് രതീഷ് അയച്ചു തരികയും, അത് കോവിഡ് സമയത്തായിരുന്നു. ഞാനത് ഒറ്റ ഇരിപ്പിനിരുന്ന്, എൻ്റെ മലയാളം റീഡിങ് സ്ലോ ആണെങ്കിലും ഞാനതൊരു 5-6 മണിക്കൂർ എടുത്തിട്ട് ഞാൻ ഒറ്റ ഇരിപ്പിൽ ഞാനത് വായിച്ചു തീർത്തു. സാധാരണ ഇതിൽ 2 മണിക്കൂറൊക്കെ എടുക്കുള്ളൂ ആൾക്കാർക്ക് ഒരു സ്ക്രിപ്റ്റ് വായിക്കാൻ, പക്ഷേ എനിക്ക് കുറച്ച് കൂടുതൽ സമയം വേണം. അത് വായിച്ചെടുത്തിട്ട് എനിക്കറിയാം ആ പടം ഉറപ്പ് ഹിറ്റാണെന്ന്.
അപ്പം ഞാൻ തമാശയ്ക്ക് ഞാൻ അന്ന് രതീഷിനൊക്കെ പറയുകയും ചെയ്ത്. അപ്പോൾ അന്ന് പ്രൊഡ്യൂസർ ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ രതീഷിനോട് ഞാൻ പറഞ്ഞ്, അളിയ നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്താലോ, ഞാൻ എന്താണ് ഇൻവെസ്റ്റേഴ്സിനെ ഞാൻ എവിടെന്നെങ്കിലും കൈകാലം പിടിച്ച് കൊണ്ടുവരാം, വെച്ചാൽ ഈ പടം ഉറപ്പ് ഹിറ്റാണ്. അപ്പോൾ പുള്ളി ചിരിച്ചാൽ, പുള്ളി പറഞ്ഞില്ല ഓൾറെഡി സന്തോഷ് ഏട്ടൻ ആണ്. അവർ പറഞ്ഞാൽ അല്ല അദ്ദേഹമാണെങ്കിൽ പിന്നെ അടിപൊളി, അപ്പോൾ പിന്നെ നമുക്ക് ഡബിൾ ഷുവറാണ് ഈ പടം ഹിറ്റാണെന്ന്, ബിക്കോസ് ഹി വിൽ മാർക്കറ്റ് ഇറ്റ് ദാറ്റ് വേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എന്നെ കാസ്റ്റ് ചെയ്തിരുന്നത് ഒരു വക്കീലിൻ്റെ, അതായത് ഷുക്കൂർ വക്കീൽ ചെയ്ത ക്യാരക്ടറല്ല, ഒരു ചെറിയ വേഷമായിരുന്നു. ആ ക്യാരക്ടർ ഇപ്പോൾ ആരാ ചെയ്തെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഒരു വക്കീലിൻ്റെ ക്യാരക്ടറിലായിരുന്നു. പക്ഷേ ഞാൻ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തത് സുരേഷൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, നമ്മുടെ രാജേഷ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ, അളിയ ഇതിലാരെയും ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ ക്യാരക്ടർ ചെയ്തോട്ടെ. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ സൈജു ചെയ്യത്. പക്ഷെ പിന്നെ അത് ഒരു പ്രൊജക്ട് സ്റ്റേജിലേക്ക് വന്നപ്പം അവർ റിലേറ്റീവ്ലി പുതിയ ആൾക്കാരെ, പിന്നെ ആ ഏരിയയിലുള്ള ആൾക്കാർ, കുഞ്ചാക്കോ മാത്രം ഫിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെയൊക്കെ അവിടുത്തെ ആ ഏരിയയിലുള്ള ആൾക്കാരെ അവർ വെച്ച് പ്ലാൻ ചെയ്തു. സോ അതെനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ക്യാരക്ടർ. അത് പക്ഷേ രാജേഷ് ഉഗ്രനായിട്ട് ചെയ്തു. അത്ര നല്ലപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് എനിക്ക് ആ സിനിമ മാത്രമേ ഉള്ളൂ, ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്ക് ഈ ക്യാരക്ടർ എനിക്ക് തരാമോ എന്ന് ഞാൻ ഒരു സംവിധായകനോട് ചോദിച്ചത്. അത് അദ്ദേഹം എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൊജക്റ്റൊക്കെ അനൗൺസ് ചെയ്തതിന് ശേഷമല്ല അറിയുന്നത്, പിന്നെയാണ് നമ്മൾ ചാൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഡയറക്ടറുടെ മനസ്സിൽ അല്ലെങ്കിൽ റൈറ്ററുടെ മനസ്സിൽ ഇവരൊക്കെ ആയിരിക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷേ മിഥുൻ മേനോൻ തോമസും എബ്രിഡ് ഷൈനും എന്താണ് നല്ല, എൻ്റെ ആംഗിളിൽ വളരെ ഗംഭീര മനസ്സുള്ള ആൾക്കാരാണ്. കരുണ കാണിച്ച് അവരെന്നെ നല്ല കഥാപാത്രങ്ങളിൽ അവർ എന്നെ ഫിക്സ് ചെയ്തു. ഇപ്പോൾ സൈജേട്ടൻ ചെയ്തിട്ടുള്ള പോലീസ് ക്യാരക്ടർ നോക്കിയാലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലാസ്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു കഥാപാത്രം, ഈ പോലീസ് വേഷങ്ങൾ തന്നെ സിമിലാരിറ്റി വരാനുള്ള ചാൻസസ് കൂടുതൽ. ഇപ്പോൾ സുമതി വളവ് നോക്കിയാലും അതിൽ വേറൊരു പോലീസുകാരൻ, കുറച്ച് ഫൺ എലമെൻറ്റ്സ് ഉള്ള ഒരു പോലീസുകാരൻ. ഫ്ലാസ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ഈ കിട്ടുന്ന ക്യാരക്ടേഴ്സ്, ഇപ്പോൾ പോലീസ് എന്നുള്ളത് ഞാനൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ്, അത് സിമിലർ ആവാതിരിക്കാനായിട്ട് നോക്കണമല്ലോ. അതിനെന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്? ഞാൻ ആക്ച്വലി റൈറ്റേഴ്സിനെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ ഫോളോ ചെയ്യും. ഇവരെങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കുറേ സാധനങ്ങളൊക്കെ ഞാൻ അടിച്ചു മാറ്റും, എന്നിട്ട് അത് ഞാൻ അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പം എല്ലാ ക്യാരക്ടേഴ്സും ചിലപ്പം ഒരേപോലെ ആവാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ പോലീസ് ക്യാരക്ടർ ആയാലും അല്ലെങ്കിൽ വേറെ ക്യാരക്ടർ ആയാലും നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി, അതൊക്കെ ചിലപ്പം ഇപ്പം ഗുണ്ടജൈനിൽ ഞാൻ ജനറേറ്റർ ഓൺ ആവാണ്ട് ജനറേറ്റർ ഓൺ ചെയ്യുന്നുണ്ട് ഞാനൊരു സീനിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ജനറേറ്റർ ഓൺ ആവാണ്ട് ഇത് റിബൗണ്ട് അടിക്കുമല്ലോ, അപ്പോൾ എൻ്റെ കയ്യിൽ കൊള്ളും ഈ നമ്മൾ വലിക്കുന്ന സാധനം. അപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തത്, ഞാനോടത്ത് വളരെ മനോഹരമായിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അരുൺ വൈഗ സംവിധായകൻ എന്നോടൊന്ന് പറഞ്ഞു, ചേട്ടാ അത് അറക്കലബു സ്റ്റൈലായി പോയി, അപ്പോൾ നമുക്ക് ഇത് ഗുണ്ടജനാണ്, ചേട്ടൻ യെസ് ഞാൻ ഗുണ്ടജനാണ്. പിന്നെ ഞാൻ അതുപോലെ അണ്ടർപ്ലേ ചെയ്ത് റിയാക്ട് ചെയ്തു. സോ അത് അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഒരു കറക്റ്റ് ഒരു വിഷനുള്ള സംവിധായകനാണ് അല്ലെങ്കിൽ റൈറ്റർ ആണെങ്കിൽ അവരപ്പോൾ ഒന്ന് പറയും, ഇതല്ല ഇത് ഒന്ന് മാറ്റണമെന്ന് പറയും. നമ്മൾ പിന്നെ വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കും. സോ കമ്മിങ് ടു പോലീസ് ക്യാരക്ടേഴ്സ്, നമ്മുടെ ഇത് ഫോറസ്റ്റ് ഓഫീസറായിരുന്നു കേട്ടോ. അല്ല, മറ്റേ സുമതി വളവില്, മറ്റേത് ഫ്ലാസ്ക്. അപ്പോൾ ഫ്ലാസ്ക്, അന്താക്ഷരി, ഇതൊക്കെയാണ് ഞാൻ ലീഡ് റോളിൽ ഇത് ചെയ്തത്, പോലീസ് ഓഫീസർ ക്യാരക്ടർ ചെയ്തത്. പിന്നെ സപ്പോർട്ടിംഗ് റോളിൽ ഒരുപാട് പോലീസ് ഓഫീസർ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഈ അന്താക്ഷരിയിൽ ഇയാൾ ഭയങ്കര ഒരു നല്ലവനാണ്, സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു അന്താക്ഷരി കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അയാൾ ഒരു സിറ്റുവേഷനിൽ ഈ സീരിയൽ കില്ലർ വന്നിട്ട് അയാളെ അങ്ങ് ട്രോമറ്റൈസ് ചെയ്യുവാണ്, അയാളുടെ ഫാമിലിയെ. അപ്പോൾ അയാൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ആ കഥാപാത്രം. പക്ഷേ ആ കഥാപാത്രം കുറച്ച് ലൈറ്ററാണ്. ഫ്ലാസ്കിൽ അയാളൊരു പാട്ടുകാരനാകാൻ വേണ്ടി ആഗ്രഹിച്ചു, പോലീസുകാരനാകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ സാഹചര്യം മൂലം അയാൾ പോലീസുകാരനാവുകയും പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടുപോവുകയും അതൊരു ലൈറ്റർ സൈഡാണ്. പക്ഷെ ഇപ്പം ഞാൻ ആരം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. രജീഷ് പരമേശ്വരൻ എന്ന് പറഞ്ഞ ഡെബ്യൂട്ടൻറ്റ് ഡയറക്റ്റ് ചെയ്യുന്നു. വിഷ്ണു രാമേന്ദ്രൻ എന്ന് പറഞ്ഞ പുതിയ റൈറ്ററാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ഞാൻ ഇതുവരെയായിട്ട് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു പോലീസ് ഓഫീസറാണ്. അതിൻ്റെ ലുക്ക് ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും. ഞാൻ വളരെ മീഡിയയൊക്കെ ഭയങ്കര കട്ടി മീശയൊക്കെ വെച്ചിട്ടുള്ള ഒരു അപ്പിയറൻസാണ്. ആ അപ്പിയറൻസിലേക്ക് കിരൺ മനോജ് എന്ന് പറഞ്ഞ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവർ എന്നെ എത്തിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇതാണ് ഇനിയിപ്പോൾ ഞാൻ പിടിക്കേണ്ടത്. ഇയാൾ കലിപ്പനാണ് എന്നുവെച്ച് മനസ്സുകൊണ്ട് നല്ലവനാണ്, പക്ഷേ ഇയാൾ കലിപ്പനാണ്. ഇയാൾ പെട്ടെന്ന് ടെമ്പർ ലൂസ് ചെയ്യും, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്.
അപ്പോൾ ഗൈഡ് ചെയ്യാൻ രജീഷും വിഷ്ണുവും ഒരുപാട് എന്താണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നു ഞാൻ ആ ക്യാരക്ടർ, അപ്പോൾ ഇവരെന്നെ ആൻഡോ ഈപ്പൻ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്, CI ആൻഡോ ഈപ്പൻ. അപ്പോൾ ആൻഡോ ഈപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ആ ഏത് ആക്ടറാണ് ചെയ്യുന്നത് ആ ആക്ടറിനെ അവർ അത് വെച്ചാണ് സംബോധന ചെയ്തുകൊണ്ടിരുന്നത്. ഓഫ് ടൈമിൽ സൈജു ചേട്ടാന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇവർ അപ്പോൾ ആൻഡോ ഈപ്പൻ ഇങ്ങനെ ചെയ്യുന്നു, ആൻഡോ ഈപ്പൻ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇവർ എൻ്റെ ഉള്ളിലേക്ക് ബ്രെയിനിലേക്ക് ഇത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ആൻഡോ ഈപ്പനാണ്. അപ്പോൾ ആൻഡോ ഈപ്പൻ ഒരിക്കലും ഇങ്ങനെ ഒടിഞ്ഞു മുടങ്ങിയിരിക്കില്ല, അയാളെപ്പോഴും വളരെ സ്ട്രെയിറ്റ് ആയിട്ടേ ഇരിക്കുകയുള്ളൂ. അയാൾ നിൽക്കുമ്പോഴും അങ്ങനെയാണ്, അയാൾ ഒരിക്കലും, അപ്പോൾ അയാൾ ബുള്ളറ്റ് ഓടിക്കുകയാണെങ്കിൽ അയാൾ അങ്ങനെ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അയാൾ മറ്റേ ബൊലേരോയിൽ പോവുകയാണെങ്കിൽ അപ്പോഴും റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഒടിഞ്ഞു മുടങ്ങിയൊന്നും ഇരിക്കില്ല. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് റൈറ്ററും ഡയറക്ടറും കൂടെ പറഞ്ഞു തന്നു. സോ അപ്പോൾ ഞാൻ ഇവരോട് ഞാൻ പറയാറുണ്ട്, എടാ ഏതെങ്കിലും ഷോട്ടിൽ ഞാൻ വിട്ടുപോകുകയാണെങ്കിൽ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇത് എപ്പോഴും ഓർക്കണമെന്നില്ല, എന്നോടൊന്ന് പറയണം, ഞാനപ്പോൾ അത് റെഡിയാക്കിക്കോളാം. സോ ദേ യൂസ് ടു ഡു ദാറ്റ്. അപ്പോൾ നിങ്ങൾ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറെയാണ് എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾ ആരത്തിൽ കാണാൻ പോകുന്നത്. അതൊരു ക്രൈം ത്രില്ലറാണ് സിനിമ. അപ്പോൾ ഒരു ഡയറക്ടർ ആക്ടറാണ്. ഡെഫിനറ്റ്ലി. അപ്പോൾ അവിടെ സെൽഫായിട്ടുള്ള ഒരു ഇംപ്രൊവൈസേഷൻ ഒക്കെ കൊണ്ടുവരാറില്ലേ? അത് ചില സമയത്തൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ചില ആക്ഷൻസ് ആയിരിക്കാം, ചില നോട്ടങ്ങളായിരിക്കാം. ഈ നോട്ടങ്ങൾ ഒരിക്കലും നമുക്ക് ഒരു സംവിധായകനോ റൈറ്റർക്കോ എല്ലാ സീനിലും നമ്മൾ ഇമോട്ട് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇവിടെ ഡൗൺ ലുക്ക് വേണം, അവിടെ മേളത്തെ ലുക്ക് വേണം, അല്ലെങ്കിൽ ഇവരെ നോക്കണം, ഈ കഥാപാത്രത്തിൽ നോക്കണം, ഇതൊന്നും എപ്പോഴും പറഞ്ഞു തരാൻ പറ്റില്ല. സോ അത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് താങ്കളാണ് അഭിനയിക്കുന്നതെങ്കിൽ താങ്കളൊരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയലോഗിൻ്റെ ഇൻറ്റൻസിറ്റി വെച്ചിട്ട് എനിക്ക് താങ്കളെ വേണമെങ്കിൽ നോക്കാം, വേണ്ടെങ്കിൽ നോക്കാണ്ടിരിക്കാം. അത് നമ്മൾ ആ സിറ്റുവേഷനിൽ അവിടെ നിൽക്കുമ്പോൾ നമുക്കത് കിട്ടും ഓട്ടോമാറ്റിക്കലി. അതാണ് ഈ സിനിമയുടെ മാജിക് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ പെട്ടെന്നൊരു സീൻ എന്നോട് ഇവിടെ പറയാൻ വേണ്ടി പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഇപ്പം അറക്കലപൂൻ്റെ ഡയലോഗ് കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പൻ്റെ എന്നുള്ള ഡയലോഗ് ഉണ്ടല്ലോ, ഇത് ഞാൻ പല കോളേജ് ഫംഗ്ഷൻസിന് പോകുമ്പോഴത്തേക്ക് അവരെന്നെ കൊണ്ട് പറയിപ്പിക്കും. പക്ഷേ എനിക്ക് അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് സിറ്റുവേഷൻ ഇസ് നോട്ട് ദാറ്റ്. എനിക്ക് എൻ്റെ ഷാജി പാപ്പൻ വേണം അടുത്ത്, ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് വേണം, അത് ആ കോസ്റ്റ്യൂമിൽ വേണം, ആ ഒരു ഇതിലെ ആ രീതിയിൽ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അപ്പോൾ ഈ ഞാൻ പറഞ്ഞിപ്പം ഈ ലുക്കിൻ്റെ കാര്യങ്ങളൊക്കെ അത് ആ സമയത്തേ നടക്കുകയുള്ളൂ. അല്ലാണ്ട് നമുക്കിത് നേരത്തെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിച്ചു, ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കറക്റ്റ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടേക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ അപ്പം ക്യാരക്ടറാണ്. സോ വി ഡു ദാറ്റ്. അത് ഒരു പരിധിവരെയൊക്കെ അത് ആ ഇംപ്രൊവൈസേഷൻസ് ഒക്കെ ഓക്കെ ആവാറുണ്ട്. കാരണം നമുക്ക് ബാക്കപ്പ് ഉണ്ടല്ലോ, നമ്പർ ഓഫ് മൂവീസിൻ്റെ ബാക്കപ്പ് ഉണ്ട്. സോ ആ ഒരു എക്സ്പീരിയൻസ് നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നതാണ്. ഈ ആടിലേക്ക് വന്നപ്പം ഇതിൽ കുതിരയോട്ടം ഉണ്ടായിരുന്നല്ലോ, അത് എളുപ്പമായിരുന്നോ? അല്ല, വളരെ ഡിഫിക്കൽട്ടായിരുന്നു. അറിയായിരുന്നോ കുതിരയോട്ടം? ഇല്ല, ഞാൻ പഠിക്കാൻ വേണ്ടി പോയി. ഞാൻ ബാംഗ്ലൂർ തന്നെ ഫ്രൈഡേ ഫിലിംസ് അവരുടെ ചിലവിൽ തന്നെ അങ്ങോട്ട് അയച്ചു. പക്ഷേ എനിക്കത് പഠിക്കാനൊന്നും പറ്റിയില്ല. ആകെ കുതിരയുടെ മേളിലിരുന്നിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. കുതിരയുടെ മേളിൽ ഇരുന്ന് ഒറ്റയ്ക്ക് കുതിരയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, അതായത് കുതിരയെ കൊണ്ട് നടക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ക്യാരക്ടർ എനിക്ക് അറിയാം, ഇയാളുടെ ഇൻട്രോ തന്നെ, കോമക്കുറുപ്പിൻ്റെ ഇൻട്രോ തന്നെ ഇയാൾ പാഞ്ഞു വരുന്നതാണ്. ഈ ബാക്കിയുള്ള രണ്ട് ക്യാരക്ടേഴ്സുമായിട്ട് ഇയാൾ കുതിച്ചു വരുവാണ്. അങ്ങനെയാണ് സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഇത് സ്പീഡിൽ ഓടിക്കേണ്ടി വരും, പക്ഷേ എനിക്കത് പറ്റുന്നില്ല. പിന്നെ ഞാൻ തന്നെ അപ്പോൾ നമ്മുടെ നിതീഷ് KTR എന്ന് പറഞ്ഞ നമ്മുടെ സ്പോട്ട് എഡിറ്ററുണ്ട്, അവൻ മറ്റേ ഫീനിക്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ എഡിറ്റർ, ഇപ്പോൾ കാലിൻ്റെ തങ്കക്കുടത്തിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞ്, ചേട്ടാ ഒരു വീഡിയോ അയച്ചു തരാം. അങ്ങനെയാണ് കങ്കന റണൗട്ടും ഹോളിവുഡിലൊക്കെ കുതിര സവാരി അവർ ഷൂട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഗ്രീൻ മാറ്റ് വെച്ചിട്ട്, അപ്പോൾ കുതിരയുടെ ഒരു മറ്റേ മെഷീൻ പോലത്തെ കുതിരയാണ്, അതുപോലെ നമ്മളിങ്ങനെ ഇരുന്നാൽ അത് ഇങ്ങനെ ആയിക്കോളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ റിതം മാച്ച് ചെയ്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞ് അതൊന്നും എനിക്ക് അയച്ചതാണ്. എന്നിട്ട് ഞാൻ മിഥുനും വിജയബാബുനും അയച്ചു കൊടുത്തു. നമുക്ക് ഈ പരിപാടി പിടിക്കുമായിരിക്കും നല്ലത്, എനിക്ക് മറ്റേത് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം മിഥുൻ പറഞ്ഞ്, ചേട്ടാ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ആലോചിച്ച് വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതേ നിവർത്തിയുള്ളൂ. അപ്പോൾ അതിൻ്റെ എത്രയാണ് റേറ്റ്സ്, അതിൻ്റെ വാടക പെർ ഡേ എത്രയാണെന്ന് ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഡൽഹിയിൽ നിന്നോ ബോംബെയിൽ നിന്ന് എവിടെ നിന്ന് വരണം, ഡൽഹിയിൽ നിന്നാണ് തോന്നുന്നു. അപ്പോൾ ഇവർ ഓൾറെഡി പ്രിപ്പയർഡാണ്. ഇൻ കേസ് എല്ലാ ആക്ടേഴ്സിനും പറ്റില്ലല്ലോ കുതിര സവാരി. നമ്മൾ ഇപ്പോൾ ഒരു സാധാരണ 4 വീലറോ 2 വീലറോ ഓടിക്കുന്ന പോലെ അല്ലല്ലോ. പക്ഷേ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒറ്റ ദിവസം കൊണ്ട് ആ ഒരു പരിപാടി കിട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും. ക്യാരക്ടറിലേക്ക് കയറിയതാണോ? ക്യാരക്ടറിലേക്ക് കയറിയത് കൊണ്ടല്ല, എന്നുവെച്ചാൽ ആ സമയത്ത് ക്യാരക്ടറിലേക്ക് ഇരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഉദ്ദേശം ഇത് ശരിക്കും ഓടിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ക്യാരക്ടറിലേക്കൊന്നും കയറിയിട്ടില്ല. എൻ്റെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല. ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തലേദിവസത്തെ കാര്യം ഞാൻ പറയണത്. പക്ഷെ എന്തോ ഒരു ദൈവമായിട്ടൊരു കോൺഫിഡൻസ് തരികയോ, പക്ഷേ അത് സംഭവിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുമ്പോൾ സംഭവിക്കുമെന്നാണല്ലോ പറയണത്. അപ്പോൾ ഞാൻ ദൈവങ്ങളെ വിളിച്ചു. ഞാൻ മാതാവിൻ്റെ ഭയങ്കര ഫോളോവറാണ്. അപ്പോൾ ഞാൻ മാതാവിനെ വിളിച്ചു. മാതാവ് എന്നെ രക്ഷിക്കണമെന്ന് വെച്ചാൽ ഇതെൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ്. അതിൻ്റെ അകത്ത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഞാനാണ് ചെയ്യുന്നത്. ഈ കുതിരസവാരിയിലെ ആ ഇൻട്രോ ഷോട്ടിൽ ഞാൻ സ്പീഡിൽ ഓടിച്ച് എനിക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് എൻ്റെ തോൽവിയാണ് എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. യു വോണ്ട് ബിലീവ് അത് ചെയ്യാൻ പറ്റി. ഒരു 2-3 പ്രാവശ്യം പതുക്കെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാസ്റ്ററോടൊക്കെ പറഞ്ഞു, മാസ്റ്റർ ഇത് സ്പീഡിലൊന്ന് ചെയ്യാമോ, ഞാൻ വീഴാണ്ട് ഞാൻ ഇരുന്നോളാം, ഇതെങ്ങനെയാണ് പരിപാടി എന്നൊന്നും അറിയാൻ പറ്റില്ല. സ്പീഡിൽ പോകുമ്പോഴത്തേക്കും എവിടെയൊക്കെ നമുക്ക് വേദന എടുക്കും. ഒരു ചെറിയ ലെങ്ത്, ഒരു 400-500 മീറ്റേഴ്സ് മാത്രം ഉള്ളൊരു ഗ്രൗണ്ടിൽ അവിടെ ഒന്ന് ഓടിച്ചു നോക്കിക്കോട്ടെ. അപ്പോൾ പുള്ളിക്ക് ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ എൻ്റെ ഷൂട്ട് തുടങ്ങാൻ പോകണേ ഉള്ളൂ, ഇനിയിപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഷൂട്ടിംഗ് നിന്ന് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല, നിങ്ങളൊന്ന് പറഞ്ഞ് കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഓക്കെ ആയി. അത് ദൈവത്തിൻ്റെ. ഇപ്പം ഞാൻ പണ്ട് എനിക്ക് എൻ്റെ സിനിമകൾ കണ്ടിട്ട് പലർക്കും ഞാൻ കറക്റ്റായിട്ട് അഭിനയിക്കാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. ശരിയാണ്, ചില അഭിനയം അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ദൈവത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കും, ദൈവം എൻ്റെ അഭിനയം എങ്ങനെയെങ്കിലും ശരിയാക്കി തന്നെ വെച്ചാൽ ഇതിപ്പം നിങ്ങളായിട്ട് കൊണ്ടുവന്ന എന്നെ സിനിമയിൽ, ഞാൻ എൻ്റെ പുറകെ പോയിട്ടില്ല, അപ്പോൾ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കുക. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അപ്പോൾ എവിടെയോ എങ്ങനെയോ കുറച്ച് എന്താണ് പോളിഷ് ആകാൻ തുടങ്ങി, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പിന്നെ അതിൽ കയറി ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് ഈസായി ഞാൻ അത് പോർട്രേ ചെയ്യുമ്പോഴത്തേക്കും. ഈ അഭിനയം അറിയാതെയാണ് സിനിമയിലേക്ക് വന്നതെന്ന് പറഞ്ഞല്ലോ. അവിടുന്ന് അഭിനയം പഠിക്കാനായിട്ട് പിന്നീട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? അഭിനയം മോശമായിരുന്നു എന്നല്ല, ഇല്ല ചെയ്തിട്ടില്ല. എൻ്റെ വൈഫും പറഞ്ഞായിരുന്നു എന്താണ് കൈൻ്റെ ആക്ഷൻസും ഒക്കെ ഭയങ്കര എന്താണ് കോർഡിനേഷൻ ശരിയല്ല ഡയലോഗായിട്ടുള്ള. സോ എവിടെയെങ്കിലും പോയി പഠിക്കുക. പക്ഷെ അന്ന് നമുക്കിവിടെ എറണാകുളത്തൊന്നും അതിനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. അന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോയേനെ. പിന്നെ പോയി ബോംബെയിലോ പൂനെയിലോ പഠിക്കണം. അവിടെ അത്രയും സാമ്പത്തികം എനിക്ക് ചിലവാക്കാനില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ പോയില്ല. പിന്നെ ദൈവത്തിനോട് തന്നെയുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിനെ ഞാൻ കുറ്റപ്പെടുത്തുമായിരുന്നു. ദൈവത്തിന് തന്നെ ഗിൽറ്റടിച്ചു, ഇവനെ ഞാൻ എന്തിനാണ് കൊണ്ടുവന്നത് സിനിമയിൽ, ഇവനിപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എന്നാൽ പിന്നെ ഇവനെ അങ്ങ് പഠിപ്പിച്ചേക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദൈവത്തിന് അങ്ങനെ സ്വയം നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ആവാമല്ലോ. അല്ല, ഡെഫിനറ്റ്ലി അത് തന്നെ ആയിരിക്കും. നമ്മൾ പക്ഷേ നമ്മളൊരു ഈ ദൈവം എന്ന് പറഞ്ഞൊരു പവറിനെയാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. സോ വാട്ട് എവർ എന്ത് ലോകത്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതെല്ലാം ദൈവം ചെയ്യിപ്പിക്കുന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അത് പറഞ്ഞ പോലെ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്, അത് വേറൊരു കാര്യം. ബട്ട് ഐ ബിലീവ് ഇൻ ഗോഡ്. സോ ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് ദൈവമാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ഈ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന സിനിമ അപ്പോൾ കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സിനിമ ചെയ്തത്. ഇപ്പം നമ്മുടെ OTT വന്നിട്ട് അത് നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ അത്ര വർക്കായില്ല. മേ ബി എന്താണ് ഓഡിയൻസ് ചിലപ്പം പല മൈൻഡ് സെറ്റിലായിരിക്കുമല്ലോ വരുന്നത് തിയേറ്ററിലേക്ക്. അപ്പോൾ അവർ ചിലപ്പം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് ഇങ്ങനെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് അത് കിട്ടാത്ത സംഭവങ്ങളുണ്ടാകും. പിന്നെ ഫോർ വാട്ട് എവർ റീസൺസ് ബട്ട് OTT ആ പടത്തിന് ഭയങ്കര റിവ്യൂസ് വരുന്നുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനും ആക്ച്വലി സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ ദൈവം ഒന്ന് മനുഷ്യൻ്റെ രൂപത്തിലൊന്നും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ, നമുക്ക് ദൈവത്തിനോട് ഫ്രണ്ട്ലി ആയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. എനിക്ക് അതാണ് ആ ഫാൻറ്റസിയോടാണ് എനിക്ക് ഭയങ്കര ആ സ്ക്രിപ്റ്റിനോടും എനിക്ക്. പിന്നെ ആ സ്ക്രിപ്റ്റിൽ ഫാൻറ്റസി മാത്രമല്ല, അതിൻ്റെ അകത്ത് ഭയങ്കര മെസ്സേജസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കണ്ടിരിക്കേണ്ട മെസ്സേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്തൊരു ഭയങ്കര ഇമോഷണൽ ഫാമിലി ബോണ്ടിങ് ഉണ്ട്. എനിക്ക് ഫാമിലി ബോണ്ടിങ്ങിൻ്റെ ടൈപ്പ് ഓഫ് കഥകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് 80s വന്ന പല സിനിമകളും മമ്മൂട്ടി സാറിൻ്റെയും ലാലേട്ടൻ്റെയൊക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര ഈ ഫാമിലി ബോണ്ടിനെ പറ്റി സംസാരിക്കുന്ന സിനിമകൾ അങ്ങനത്തെ ഉണ്ടായി. പിന്നെ അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് ഇങ്ങനെ വരാണ്ടായി. അങ്ങനത്തെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേ ബി ഓഡിയൻസിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് മാറിക്കാണും ആ സമയത്ത്. ഇപ്പോഴും അവർ വേറെ ടൈപ്പ് ഓഫ് സിനിമകളാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പം പക്ഷേ എനിക്ക് അങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് ഞാൻ ഭയങ്കര ആ സ്ക്രിപ്റ്റിനെ സ്നേഹിച്ച് ആ ടെക്നീഷ്യൻസിനെ ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തൊരു സിനിമയാണ്.
ഈ അഭിലാഷത്തിലേക്ക് വരുമ്പം അഭിലാഷായിട്ട് മാറാൻ ഒരു റൊമാൻറ്റിക് ഹീറോ ഒരു ലുക്കിലാണെങ്കിലും കുറച്ചൊരു ഡിഫറൻസ് ഒക്കെ കൊണ്ടുവന്ന് കുറച്ച് റൊമാൻറ്റിക് എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അവസാനം ഒരു ചെറിയൊരു വിഷമം നമുക്ക് തന്നിട്ട് പോകുന്ന ഒരു സിനിമയാണ്. ആ അഭിലാഷായിട്ട് മാറാൻ എളുപ്പമായിരുന്നോ? അഭിലാഷായിട്ട് മാറാൻ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു ഒരു ഒരു വികാരമാണല്ലോ. എനിക്ക് എൻ്റെ ലുക്ക് എനിക്ക് ആക്ച്വലി ഇവർ പ്ലാൻ ചെയ്തപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് ചേരില്ല, അത് വേണ്ട, അത് പക്ഷേ ഇവർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഈ ലുക്ക് തന്നെയാണ്. അതായത് ഷംസു പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും സൈജു കുറുപ്പിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ലുക്ക് വേണ്ട നമുക്ക്, എന്നാലേ ഇതിൻ്റെ ഒരു പോസ്റ്ററോ എന്തെങ്കിലുമൊക്കെ പാട്ടുകൾ വിടുമ്പോഴത്തേക്കും ആൾക്കാർ അതിനകത്തേക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ശരിയാണ്, അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും സിനിമകളിൽ ഒന്നില്ലേ മീശ ഇല്ലാണ്ട് അല്ലെങ്കിൽ മീശ ഉള്ള ക്യാരക്ടേഴ്സിലാണ് കണ്ടിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് അഭിലാഷമാണോ ഭരതനാട്യമാണോ ജാനകി ജാനയാണോ എന്നൊക്കെ ഒന്നും മനസ്സിലാവില്ല. അപ്പം ശരിയാണ്, അപ്പം നമ്മളൊന്ന് വ്യത്യസ്തമായിട്ട് പിടിക്കണം. അത് അറിയാണ്ടൊക്കെ ഞാനിപ്പം ഈ എൻ്റെ സെക്കൻഡ് ഇന്നിങ്സിലുള്ള ഹീറോ പടങ്ങളിൽ മിക്കവാറും പടങ്ങളിലൊക്കെ എൻ്റെ ലുക്ക് ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ ഗുണ്ടജേനായാലും അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ എടുത്താലും ഇപ്പോൾ ജാനകി ജാന എടുത്താലും പാപ്പച്ചനുള്ളിലാണ്, ഇതിലൊക്കെ ഒരു ചേഞ്ച് ഉണ്ട്. ഒന്നിലെ ഹെയർ അല്ലെങ്കിൽ താടി മീശ ഇതൊക്കെ വെച്ചിട്ടില്ല നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ മുഖത്ത്. സോ അങ്ങനത്തെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അഭിലാഷത്തിൽ പ്രത്യേകിച്ച് അത് കുറച്ച് എന്താണ് എടുത്ത് കാണിച്ചു, ഈ ആ ഹെയർ സ്റ്റൈലും ആ മൊത്തത്തിലുള്ള ആ മീശ ബുൽഗാനും ഒക്കെ ആയിട്ട്. സോ എനിക്ക് ഈ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്ക് ആൾക്കാർ ഷൂട്ടിംഗ് കാണാൻ വരുമല്ലോ, അപ്പോൾ അവർ വന്ന് കണ്ടിട്ട് അത് കൊള്ളാമല്ലോ നിങ്ങളുടെ ഹെയർ സ്റ്റൈലൊക്കെ, വിഗാണോ എന്നൊക്കെ ചോദിക്കും. അപ്പം വിഗാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കൊരു വിഷമം തോന്നും, പക്ഷേ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോഴേ ഷംസു ഇത് വർക്കാണ് കേട്ടോ, അതല്ലേ ചേട്ടാ ഞാൻ പറഞ്ഞത്, അത് വേണം. യെസ്. അപ്പം ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ക്യാരക്ടറിലേക്ക് അത് എൻ്റെ ഉള്ളിലുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. അയാൾ ഭയങ്കര സോഫ്റ്റ് സ്പോക്കനാണ്, ഞാനും ജനറലി ഒരു 90% ഞാൻ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ക്യാരക്ടർ തന്നെയാണ് അഭിലാഷ് എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ. പിന്നെ എൻ്റെ ഫൈനലി വെൻ ഇറ്റ് കെയിം ടു ദ ക്ലൈമാക്സ് നമുക്ക് 2 ദിവസമാണ് ആകെ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ പെർമിഷൻ കിട്ടിയിരുന്നത്. ട്രെയിനാണെങ്കിൽ അവിടെ 11 മണിക്ക് വന്നാലും 3 മണിക്ക് പോകും. അപ്പോൾ ഈ മണിക്കൂർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ആംഗിളിലുള്ള, അതായത് ട്രെയിൻ ബാക്ക് ഡ്രോപ്പിൽ വരുന്ന സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര പ്രഷറൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഭയങ്കര പ്രഷറിലാണ് ഷൂട്ട് ചെയ്തത്. ബട്ട് ദെൻ എന്താണ് അവർ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. എന്തൊക്കെ ഷോട്ട്സാണ് ട്രെയിൻ വരുന്നതിന് മുമ്പ് എടുക്കേണ്ടത് അതൊക്കെ വളരെ ഇത് ചെയ്തിട്ട് ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. പിന്നെ അത് 2 രീതിയിൽ ആ ക്ലൈമാക്സ് ചെയ്യായിരുന്നു. ആക്ച്വലി നമ്മൾ 2 രീതിയിലും ഷൂട്ട് ചെയ്തു. ഒന്ന് വളരെ നോർമലായിട്ട് ഇയാളുടെ കാര്യങ്ങൾ പറയുകയാണ്, ഡയലോഗ്സ് സെയിം, ഇമോഷൻസ് മാറി. അപ്പോൾ എനിക്ക് ഈ ക്യാരവനിലിരിക്കുമ്പോൾ ഞാൻ ഈ ഡയലോഗ്സ് വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് സങ്കടമാണ് വരുന്നത്. ആക്ച്വലി ഇവർ ഒരു രീതിയിലും എൻ്റെ പ്രണയം മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഷംസിനോട് ഞാൻ പറഞ്ഞു, ഷംസു ഇത് നമുക്ക് കുറച്ച് ഇമോഷണലായിട്ട് ചെയ്താലോ. അത് ഇമോഷണൽ പറഞ്ഞാൽ ഭയങ്കര വലിയ വായിൽ കരഞ്ഞിട്ടുള്ള സംഭവമൊന്നുമല്ല, ചെറിയൊരു ഇമോഷണൽ പരിപാടി പിടിച്ചാലോ. ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ചിലപ്പോൾ വർക്കാവുമായിരിക്കും, നമുക്ക് 2 രീതിയിലും എടുക്കാം, ഇതും എടുക്കാം അതും എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പം മാനസികമായിട്ട് ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടൊന്ന് കുറച്ച് ഇതായിട്ടിരിക്കുകയാണ്, അപ്പം നമുക്ക് ആ സങ്കടം ടൈപ്പ് ആദ്യം എടുക്കാം. അപ്പോൾ അത് ആദ്യം എടുത്തു. അതെനിക്ക് ചെയ്യുമ്പോൾ എനിക്ക് തന്വി മുമ്പിൽ നിൽപ്പുണ്ട്, എനിക്ക് ശരിക്കും എൻ്റെ ലവ് ഞാൻ എന്നെ വിട്ട് പോവാന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എനിക്ക് ഗ്ലിസറിൻ ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ ഒരു ചെറിയ നനവൊക്കെ കണ്ണിൽ വന്നിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. ഷംസു നമുക്ക് മറ്റേതും കൂടെ ഒന്ന് എടുത്തു നോക്കാം പറഞ്ഞു. പിന്നെ അങ്ങനെ എടുത്തു നോക്കി. പക്ഷേ എല്ലാവർക്കും ഈ സാധനം തന്നെ ഇഷ്ടപ്പെട്ടത്, ഇമോഷണൽ ഇത്. അപ്പോൾ പിന്നെ അത് വെച്ചു. അഭിലാഷം അതുപോലെ എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു സിനിമ തന്നെയായിരുന്നു. അത് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നു വെച്ചാൽ എല്ലാവർക്കും ഒരു പ്രണയം ഉണ്ടായി കാണാം, പറയാത്ത പ്രണയം ഉണ്ടായി കാണാം. പിന്നെ ഒരുപാട് ലവ് മാരേജസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സക്സസ്ഫുൾ ആയിരിക്കും. പക്ഷേ അതിന് മുമ്പ് ചിലപ്പോൾ അവർക്ക് വേറെ ആരോടെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ട് അത് സംഭവിക്കാത്തത് കൊണ്ടുള്ള ദുഃഖമാകും. എനിക്ക് ചെറപറ മെസ്സേജസ് ആയിരുന്നു എനിക്ക് എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും. ആൻഡ് മെജോറിറ്റി ആൾക്കാർ പറഞ്ഞത് എൻ്റെ ലൈഫിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്, എനിക്കിത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതെ.
ഇപ്പം പല ഇൻ്റർവ്യൂവിലും പറയണ കേട്ടിട്ടുണ്ട് ഒരു ഇൻട്രോവേർട്ട് ആണ് എന്നുള്ളത്. അപ്പോൾ ബീങ് ആൻ ഇൻട്രോവേർട്ട് ഒരു സിനിമയിൽ ആസ് ആൻ ആക്ടർ ചോദിക്കുന്നില്ല, പക്ഷെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഈസിയാണോ? ഇൻട്രോവേർട്ടും പ്രൊഡക്ഷനുമായിട്ട് അങ്ങനെ വലിയൊരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻട്രോവേർട്ട് ആയാലുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് അഭിനയത്തിനെ ചിലപ്പോൾ ബാധിക്കാം. നമ്മളൊരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ അത് നമ്മളല്ല. അപ്പോൾ അത് പോർട്രേ ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാറ്റർഡേ നൈറ്റ് പോലത്തെയൊക്കെ സിനിമകളിൽ അത് ആക്ച്വലി അതിൻ്റെ കുറേ പോർഷൻസൊക്കെ സൈജു കുറുപ്പിൻ്റെ ഇമോഷൻസ് തന്നെയാണ്. പക്ഷേ കുറേ സ്ഥലത്ത് ആ ജസ്റ്റിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അയാൾ കുറച്ച് എക്സ്ട്രോവേർട്ടാണ്. ആ എക്സ്ട്രോവേർട്ടിസം അങ്ങനെ ഒരു വേർഡ് ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ആ എക്സ്ട്രോവേർട്ടിസം എൻ്റെ ഉള്ളിലില്ലാത്തൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ക്രൗഡിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പം ഈ ആടിൻ്റെ തിയേറ്റർ വിസിറ്റ്സ് ഞാൻ ഒരുപാട് ചെയ്തു. അത് എനിക്ക് നമ്മുടെ സിനിമ കാണാൻ വേണ്ടി ഇത്ര ഹ്യൂജ് ക്രൗഡ് തിയേറ്ററിലേക്ക് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ഇൻട്രോവേർട്ടിസത്തിനെ കവർ ചെയ്തു, ഓവർ പവർ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് ക്രൗഡിൽ ചെന്നിട്ട് എങ്ങനെയാണ് ആൾക്കാരെ ഇത് ചെയ്യേണ്ടത്, അക്നോളജ് ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടുത്തമില്ലാത്ത ഒരാളാണ്. ബിക്കോസ് എനിക്ക് 1-to-1 ഉള്ള സംഭാഷണങ്ങൾ എനിക്കറിയാവുള്ളൂ. എനിക്ക് വലിയൊരു ലെക്ചർ കൊടുക്കാനോ അല്ലെങ്കിൽ പ്രസംഗിക്കാനോ ഒന്നും എനിക്ക് അറിയാത്ത ഒരാളാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഇപ്പോൾ തിയേറ്റർ വിസിറ്റിൽ വീഡിയോസ് എടുത്ത് നോക്കിയാൽ എനിക്ക് 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അവരിങ്ങനെ സംസാരിക്കും, അവർക്ക് ഓഡിയൻസിനെ ലൈവായിട്ട് കയ്യിലെടുക്കാൻ അറിയാവുന്ന അല്ലേ. ബിക്കോസ് അവരും കൂടുതൽ സംസാരിക്കുന്നതാണല്ലോ ഓഡിയൻസിനും ഇഷ്ടം. അപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞു, അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ആക്ടേഴ്സ് അവിടെ ചെല്ലുന്നു, അപ്പോൾ അവർ കൂടുതൽ സംസാരിക്കണം എന്നുള്ളതാണ് അവരുടെ. പക്ഷെ അത് എന്നെക്കൊണ്ട് നടക്കാത്തൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് ഇവിടെ ഈ തിയേറ്റേഴ്സിൽ പോയപ്പോഴത്തേക്കും യു വോണ്ട് ബിലീവ് ഇത് ഇങ്ങനെ രോമാഞ്ചം കൊണ്ടേ ഞങ്ങളെല്ലാവരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കും, ഇടയ്ക്ക് ഭഗത്ത് വന്നിട്ട് ചോദിക്കും, ചേട്ടാ ഇത് നോക്കി ചേട്ടനുണ്ടോ? അപ്പോൾ അത് എന്നിലുള്ള ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളെ ഓവർ പവർ ചെയ്ത് ആ എക്സൈറ്റ്മെൻറ്റ് ആണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നത്. ഈ മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പം ഈ ഭരതനാട്യം തിയേറ്ററിലധികം കയറിയില്ല, അത് കഴിഞ്ഞ് OTT പക്ഷെ ഭയങ്കര ഒരു ഹിറ്റായി, സോഷ്യൽ മീഡിയ ഫുള്ളായിട്ട് ഏറ്റെടുത്തു. സെക്കൻഡ് പാർട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ അപ്പോൾ ഈ ഭരതനാട്യം ചെയ്യുമ്പോഴേ ഉണ്ടായിരുന്നോ? ഇല്ലില്ല, അത് OTT ഇത്രയും സ്വീകാര്യത കിട്ടിയപ്പം എൻ്റെ പാർട്ണർ തോമസ് തിരുവല്ല അദ്ദേഹം തന്നെയാണ് എന്നോട് പോലും ചോദിക്കാണ്ട് ഡയറക്ടറെ വിളിച്ച് പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആലോചിച്ചുകൂടെ എന്ന്. അപ്പം കൃഷ്ണദാസൻ ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ കൃഷ്ണദാസിന് അങ്ങനത്തെ ഒരു പ്ലാനിങ് ഇല്ല. എന്ന് വെച്ചാൽ ഇത് നമ്മൾ കറക്റ്റ് ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് ചെയ്തൊരു പടമാണ്. പിന്നീട് സെക്കൻഡ് പാർട്ടിനെ പറ്റി ആലോചിക്കാൻ എന്താണ് ആലോചിക്കേണ്ടത്? പക്ഷേ കൃഷ്ണദാസ് ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു റൈറ്റർ ഡയറക്ടറാണ്. യു ടേക്ക് ഇറ്റ് ഫ്രം മീ, അവൻ സ്കോർ ചെയ്യും. ഈസ് എ ബ്രില്യൻ്റ് ഗായ്. അവൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു പ്ലോട്ട് ഫോം ചെയ്യുകയാണ്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വിളിച്ച് പറയുവാണ് ഇതാണ് സംഭവം. അപ്പോൾ ദാസനെ കുറേ ദിവസമായിട്ട് ഞാൻ കാണുന്നില്ല, ഞാൻ വേറെ ഷൂട്ടിംഗ് ഇതിലൊക്കെ ആയിട്ട് ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. തോമസ് ചേട്ടൻ ആ സമയത്ത് ദുബായിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ദാസനെ കാണുകയും ദാസൻ അതിൻ്റെ മൊത്തം 1 ലൈൻ തോമസ് ചേട്ടൻ പറഞ്ഞു. തോമസ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സൈജു അവൻ കൊള്ളാം കേട്ടോ, അവനൊരു ഉഗ്രൻ സാധനമാണ് അവൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തിടുക്കായി. അങ്ങനെ ഞാൻ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കണ്ട് എറണാകുളത്ത് ഏറ്റവും ആദ്യം ഞാൻ ദാസനെ വിളിച്ചിട്ട് എടാ പറഞ്ഞാൽ എന്താ പരിപാടിയെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര രസം. അതായത് ഇനി ഈ ഫാമിലിയിലുണ്ടാകാൻ പോകുന്ന കോൺഫ്ലിക്റ്റ് ചില്ലറ കോൺഫ്ലിക്റ്റ് അല്ല, ഒരു ഭീകര കോൺഫ്ലിക്റ്റാണ് ഈ ഫാമിലിയിൽ ഉണ്ടാകാൻ പോകുന്നത്. അതാണ് ഡാർക്ക് ഹ്യൂമർ. ക്രൈം സംഭവിക്കുന്നുണ്ട്. നമ്മളിപ്പം ഫസ്റ്റ് ഒരു മോഷൻ പോസ്റ്റർ വന്നായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് കണ്ടില്ലേ, ചോരയുണ്ട്, കയ്യിൽ ചോര ഉരുണ്ട കയ്യാണ് കാണിക്കുന്നത്. അപ്പോൾ ക്രൈം ഉണ്ടെന്ന് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും. ഭയങ്കര എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ പ്ലസ് കോമഡിയാണ്, വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിഷ്വലി വന്നപ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ഗംഭീരമായി. ബിക്കോസ് നമ്മൾ സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷ്വൽ കിട്ടും. അത് പക്ഷേ നമ്മൾ സിനിമയായിട്ട് ഓരോ ആക്ടേഴ്സ് അത് വർക്ക് ചെയ്ത് കാണുമ്പോഴും അല്ലെങ്കിൽ ക്യാമറമാൻ സെറ്റ് ചെയ്യുന്ന ഫ്രെയിമും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് ആ സ്ക്രിപ്റ്റിനെ അപ്ലിഫ്റ്റ് ചെയ്ത മേക്കിംഗ് ആണ്. ഈ ഭരതൻ്റെ ഇത് കഴിഞ്ഞ് അടുത്ത മോഹിനിയിലേക്ക് വരുമ്പം ഇതിൽ കുറച്ച് ആർട്ടിസ്റ്റുകളും കൂടെ ആഡ് ഓൺ ആയിട്ടുണ്ട്. സുരാജ് ചേട്ടനുണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്, അതുപോലെ തന്നെ വിനയ് ഫോർട്ട് ഉണ്ട്. ഇവർക്കൊക്കെ അപ്പം എന്തായിരിക്കും ഇവരുടെയൊക്കെ റോള് വരുന്നത്? ഇതിപ്പോൾ നമ്മൾ ആദ്യം അന്നമനട എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്തുള്ള ആ സ്ഥലമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ വീട്.
ഞങ്ങളൊക്കെ തൃശ്ശൂരുകാരാണ്. ഇപ്പോൾ നമ്മുടെ രണ്ടാനമ്മയുടെ അതായത് ശ്രീ ചേച്ചി ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, അവരുടെ സ്ഥലം ശ്രീകണ്ഠാപുരം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ ഹോൾ സെറ്റിംഗ് ഇപ്പോൾ ശ്രീകണ്ഠാപുരത്താണ്. നമ്മൾ ഷൂട്ട് ചെയ്തത് തലശ്ശേരി കൂത്തുപറമ്പ് ആ ഭാഗത്താണ്. ശ്രീകണ്ഠാപുരം എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഇപ്പോൾ നമ്മുടെ പടത്തിൻ്റെ മെയിൻ ലൊക്കേഷൻ. അവിടെ പുതിയ ആൾക്കാരായിരിക്കുമല്ലോ അവിടുത്തെ ക്യാരക്ടേഴ്സ്, ഗ്രാമത്തിലുള്ള ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടേഴ്സൊക്കെയാണ് വിനയ് ഫോർട്ടും സുരാജും ജഗദീഷ് ചേട്ടനും ബേബി ജീനും നമ്മുടെ സന്തോഷ് ചേട്ടൻ പിന്നെ നിസ്താർ സേട്ട് അദ്ദേഹമൊക്കെ ചെയ്യുന്ന അവിടുത്തെ ഗ്രാമീണരാണ്. അപ്പം നമുക്ക് ഈ ഫാമിലി മെമ്പേഴ്സ് അല്ലാണ്ട് ബാക്കിയുള്ള ഈ മാളിലുണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് ഒന്നും ഇവിടെ ഇല്ല. ആകെ നമ്മുടെ സുഭാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അഭിരാമിൻ്റെ ഉണ്ട്, പിന്നെ നമ്മുടെ വക്കീലിൻ്റെ ക്യാരക്ടർ സലീം ഹസൻ ചെയ്ത അഭിരാമിൻ്റെ സുഭാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ഭയങ്കര കൃത്യമായിട്ടുള്ളൊരു ക്യാരക്ടർ ആർക്കുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഞാൻ ശശിധരൻ നായർ എനിക്ക് ഓഫർ ചെയ്തില്ല, നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ അതൊന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഭരതനാട്യത്തിൽ സുഭാഷിൻ്റെ ക്യാരക്ടർ ചൂസ് ചെയ്യും, അഭിരാം ചെയ്ത ക്യാരക്ടർ. ഇതിൽ ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ വീണ്ടും നമ്മൾ റീ എൻട്രി വരുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത്. വെച്ചാൽ ഈ ക്യാരക്ടർ ഭയങ്കര ഒരു പ്രശ്നമുള്ള ക്യാരക്ടറാണ്. അയാൾ ഭയങ്കര കുരുട്ടുബുദ്ധിയാണ്, അയാൾക്ക് ഭയങ്കര ആകാംക്ഷയാണ് മറ്റുള്ളവരുടെ വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ. അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ കാണാറുണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. സോ ഇനിയിപ്പോൾ അയാൾ എന്ത് കുഴപ്പമാണ് ഈ ഫാമിലിക്ക്, ഏത് കുഴപ്പത്തിലേക്കാണ് എത്തിക്കാൻ പോകുന്നതെന്നുള്ളതാണ് ആ ഒരു ക്യാരക്ടറും കൂടെ നമ്മുടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതെ. അപ്പോൾ ഇതിൽ പ്രൊഡ്യൂസറും കൂടെ ആയിട്ട് നിൽക്കുമ്പം സെറ്റിൽ നിൽക്കുമ്പോൾ ഒരു പ്രഷർ ഫീൽ ചെയ്യാറുണ്ടായിരുന്നോ? ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറ് പോലും ഇല്ല. ഞാൻ അവിടെ ഡയലോഗ് പഠിക്കുമോ അതോ പ്രൊഡക്ഷൻ്റെ തോമസ് ചേട്ടൻ ആ ഒരു തലവേദന എനിക്ക് തന്നിട്ടേ ഇല്ല. തോമസ് ചേട്ടൻ്റെ ആൾക്കാരവിടെ ഉണ്ടാവും, അവരത് ഹാൻഡിൽ ചെയ്യും കൃത്യമായിട്ട്. എനിക്ക് ആ ടെൻഷനൊന്നുമില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ഈ ക്ലാപ്പ് ബോർഡ് കാണുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് സൈജു ഗ്രൂപ്പ് പ്രൊഡക്ഷൻസ് എന്ന് എഴുതിയിട്ടുണ്ട്, അല്ല സൈജു ഗ്രൂപ്പ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ പ്രൊഡ്യൂസറാണല്ലേ ഞാൻ ഓർക്കുന്നത് പോലും, അതും വല്ലപ്പോഴും. സോ അങ്ങനത്തെ ഒരു എന്താണ് ഭാരം എൻ്റെ തലയിലില്ല. ഞാൻ ആക്ടറാണ്, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ ആക്ടറായിട്ട് ഞാൻ മുമ്പോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു മാസീവ് ഹിറ്റ് ഉണ്ടായാൽ ഈ പ്രൊഡക്ഷൻ്റെ അടുത്തൊരു വെഞ്ചറിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ? മാസീവ് ഹിറ്റ് ഉണ്ടായാൽ ഉറപ്പായിട്ടും. ഞാൻ അത്രയും എന്താണ് ഓവറായിട്ട് ഞാൻ കാടുകയറി ചിന്തിക്കുന്നില്ല. നമുക്ക് ഒരു 2-3 ആഴ്ച ഓടി ഒരു ഹിറ്റ്, ഇത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, ചെറിയ സ്വപ്നങ്ങൾ, ഒരു ചെറിയ ഹിറ്റ്. ഈ ഹിറ്റ് സംഭവിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ എന്താണ് അടുത്തൊരു പടം ചെയ്യും. അത് എനിക്ക് ഇപ്പം ആരായാലും ഞാൻ പാർട്ട്ണറാകുന്ന അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. എനിക്ക് ഇപ്പോൾ തോമസ് ചേട്ടനുമായിട്ട് ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. തോമസ് ചേട്ടനുമായിട്ടായിരിക്കും ഞാൻ ഇനി മുമ്പോട്ട് പോകുന്നത്, തൽക്കാലം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ പടം വർക്കായില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തും. അയ്യോ. അപ്പോൾ ഇപ്പോൾ ഇത് ഹിറ്റായാൽ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്ന ഒരു പ്രൊഡ്യൂസർ ആകുമോ? ഡെഫിനറ്റ്ലി, അത് സംശയമില്ലാത്ത കാര്യമാണ്. എനിക്ക് ആ കാര്യത്തിലൊക്കെ ഇപ്പം ഡി ക്യു ഇല്ലാത്ത സിനിമകൾ വരെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, അസോസിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാനുള്ള സിനിമകളിൽ മാത്രമല്ല, ഞാൻ എന്താണ് ആ സിനിമയിൽ എനിക്കൊരു കഥാപാത്രം ഇല്ലെങ്കിലും എനിക്ക് അങ്ങനത്തെ സിനിമകളും ചെയ്യാൻ ഒരുപാട് താല്പര്യമുണ്ട്. പക്ഷേ പ്രൊവൈഡഡ് നമുക്കിപ്പം ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രൊജക്റ്റിനെ പറ്റി ആലോചിക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത് ഈ പരിപാടി നിർത്തുന്നു, പ്രൊഡക്ഷൻ പരിപാടി. ഇതിൽ നിന്ന് നമുക്ക് ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇൻകം വേണ്ട, ബ്രേക്ക് ഇവൻ ആയാൽ മതി. ബ്രേക്ക് ഇവൻ ആയാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു പടത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മറ്റേത് ലോസ് ആണെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ ഫാമിലി അനുഭവിക്കേണ്ട കാശല്ലേ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യമില്ല. പടം സക്സസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനത്തെ പ്രൊജക്ട്സ് ഒക്കെ നമ്മൾ ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ ഇതുവരെയുള്ള ആക്ടിങ് കരിയർ നോക്കിക്കഴിഞ്ഞാൽ സൈജു ചേട്ടന് ഇത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് പറ്റിപ്പോയി എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? സിനിമകളല്ലേ? സിനിമകൾ പറ്റിപ്പോയി എന്നുള്ളത് തുടക്ക കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകൾ തോന്നിയിട്ടുണ്ട്. അത് അപ്പോൾ തോന്നില്ല, വെച്ചാൽ അപ്പോഴത്തെ സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ ആ സിനിമകൾ ചെയ്യുവാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് 2 കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, കാശും കിട്ടുമെന്നുള്ളൊരിതുണ്ടായിരുന്നു. രണ്ടാമത്തെ, എനിക്ക് ഇത് എക്സ്പീരിയൻസ് വേണമല്ലോ, പഠിക്കണമല്ലോ അഭിനയം. വെറുതെ നമ്മൾ മിററിൻ്റെ മുമ്പിലൊക്കെ അഭിനയം പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് ആ മൊത്തം ലൊക്കേഷൻ വേണം, ക്യാമറ വേണം, മൊത്തം സെറ്റിങ്സിൽ നിന്ന് അഭിനയിക്കണം. ആ എക്സ്പീരിയൻസ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറ്റിപ്പോയെന്നൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ചിന്തിക്കുമ്പോഴും അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ആ സിനിമകൾ കാരണമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല.
ചില എൻ്റെ കരിയറിൽ സംഭവിച്ചിരിക്കുന്ന ഓരോ സിനിമയും ഓരോ കഥാപാത്രവും അത് ആഡ് ചെയ്തിട്ടേ ഉള്ളൂ എൻ്റെ എക്സ്പീരിയൻസിൽ. ആ ആഡ് ഓൺസ് കാരണമാണ് എനിക്ക് ഇപ്പം ലാസ്റ്റ് റിലീസായ ആട് 3 വരെ എനിക്ക് വന്ന് നിൽക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ റിലീസാകുമ്പോൾ മോഹിനിയാട്ടത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും നല്ല പോലെ എനിക്ക് ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇഫ് യു തിങ്ക് ദാറ്റ് ഐ ഹാവ് ഡൺ എ ഗുഡ് ജോബ്, ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദീസ് മൂവീസ്. എല്ലാം ഒരു ലേണിംഗ് തന്നെയാണ്. ഡെഫിനറ്റ്ലി. ഇപ്പം സിനിമകൾ നോക്കിക്കഴിഞ്ഞാലും ഒരു 150-ൽ കൂടുതൽ സിനിമകൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു. അപ്പോൾ ഇനിയും സൈജു ചേട്ടൻ എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നിക്കുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? അങ്ങനെ ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഒന്നും എൻ്റെ സ്വപ്നത്തിലൊന്നുമില്ല. വരുന്ന സിനിമകളിൽ നല്ലത് നോക്കി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം തൽക്കാലം എനിക്ക് ഓപ്ഷൻസ് ഉണ്ട്. നാളെ എനിക്ക് ഓപ്ഷൻസ് ഇല്ലാണ്ടാകുവാണെങ്കിൽ വീണ്ടും ഞാൻ പഴയ പോലെ എനിക്ക് വരുന്ന സിനിമകളൊക്കെ ഞാൻ ചെയ്യും. ഇപ്പോൾ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് ഓഡിയൻസ് ഒരു സെക്ഷൻ ഓഫ് ഓഡിയൻസ് എങ്കിലും സൈജു കുറുപ്പിൻ്റെ പടം ഓക്കെ നമുക്ക് കണ്ടിരിക്കാം എന്ന് പറയുന്ന ഓഡിയൻസ് ഉള്ളു. അവരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവരെ സാറ്റിസ്ഫൈ ഇല്ലെങ്കിൽ ഈ ഓഡിയൻസ് മൾട്ടിപ്ലൈ ആവില്ല. സോ എൻ്റെ ടാർഗറ്റ് ഇതാണ്, വരുന്ന സിനിമകളിൽ നിന്ന് നല്ലത് ചെയ്യുക, ചാൻസ് ചോദിക്കൽ തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും ചാൻസ് ചോദിക്കാറുണ്ട്. അതായത് സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഞാൻ ബാക്ക് ടു ബാക്ക് ഷൂട്ടിലാണെങ്കിൽ ചാൻസ് ചോദിച്ചിട്ട് അവരെന്നെ കാസ്റ്റ് ചെയ്താൽ പിന്നെ എനിക്ക് പോകാനും പറ്റില്ല, ചാൻസ് ചോദിച്ചും പോയി ആ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സമയം ഉള്ള നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ചാൻസ് ചോദിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും കയറാൻ പറ്റുവാണെങ്കിൽ കയറാറുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ആട് 3 ഇപ്പം നല്ല കളക്ഷനോടെ ഇങ്ങനെ പോകുന്നു. ഏപ്രിൽ 10-ന് മോഹിനിയാട്ടം വരുന്നു. ബാക്കി ലൈനപ്പിലുള്ള വർക്കുകൾ ഇനിയും ഏതൊക്കെയാണ് ഇറങ്ങാനുള്ളത്? ആരമാണ് ഇനിയിപ്പം ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ട് വരാനുള്ളത്. പിന്നെ ഞാൻ അടുത്ത് ചെയ്യാൻ പോണത് ഒരു ചിൽഡ്രൻസ് ഫിലിമാണ്. അതിനുശേഷം ആമിർ പള്ളിക്കലിൻ്റെ പ്രേംപാറ്റ എന്ന് പറഞ്ഞ സിനിമ, ജോമോൻ ജോദർ ഹീറോ ആയിട്ടുള്ള. സോ ഇതാണ് ഇപ്പം നിലവിൽ കയ്യിലുള്ള പ്രൊജക്ട്സ്. ഓക്കെ. അപ്പോൾ എന്തായാലും അടിപൊളിയാവട്ടെ. അറക്കിലബുവും ഈ അറക്കിലബു പോലെയുള്ള ക്യാരക്ടേഴ്സ്, അറക്കിലബു, അഭിലാഷ്, അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് ഇപ്പം ശശിധരൻ നായർ വീണ്ടും വരുന്നു. അത് കാണാനും വെയിറ്റിംഗ് ആണ്. പ്രൊഡക്ഷൻ സൈഡ് അടിപൊളിയാവട്ടെ, ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഒരു ചാൻസ് ഒക്കെ കിട്ടട്ടെ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് സഹിച്ചേട്ടാ, ഒരുപാട് സന്തോഷം. ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒന്ന് ഇരിക്കാനായിട്ട്. അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ താങ്ക് യു സോ മച്ച്. വരുന്ന വർക്കുകളെല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.